على آله وصحبه أجمعين. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا فادركنا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والتين والزيتون وطور سينين وهذا البلد الأمين. لقد خلقنا الإنسان في أحسن تقويم. صدق الله العلي العظيم. സ്റ്റേജിലുള്ള മഹാന്മാരായ സയ്യിദന്മാർ, പണ്ഡിതന്മാർ, പ്രഭാഷകന്മാർ, ഉസ്താദന്മാർ, വേദിയിൽ ഒരുമിച്ച് കൂടിയ വന്യവയോധികരായ കാരണവന്മാർ, സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളായ ചെറുപ്പക്കാർ, മുത്തഅല്ലിമീങ്ങൾ, മുഅല്ലിംകൾ, അതിലേറെ മറയിൽ അതപോടെ വഅലിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാർ, സ്റ്റേജിലുള്ള വലിയ വലിയ മഹാന്മാർ, ചെമ്പലങ്ങാട് ഉസ്താദിനെ പോലെയുള്ള ബഹുമാന്യനായ കച്ചേരിപ്പുറം തങ്ങളെ പോലെയുള്ള, അതുപോലെ ഹൈദർ മുസ്ലിയാരെ പോലെയുള്ള, കുഞ്ഞിക്കോയത്തങ്ങൾ, ബാപ്പുവാജി, MT ഉസ്താദ്, എൻ്റെ പ്രിയങ്കനാ സുഹൃത്ത് കാസിം ഫൈലി പോലെയുള്ള ഒരുപാട് ആളുകളുണ്ട്. ഞാൻ പറഞ്ഞില്ല എന്നതിന് വേണ്ടിയാണ് പിന്നെ ഒന്ന് തൊട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ കോയക്കുട്ടി ഉസ്താദിന്റെ ഓർമ്മയിലായി നടത്തുന്ന ഉറൂസ്, ആനക്കര മക്കാം ഉറൂസ് എന്നാണ് ഇതിന്റെ പേര് തന്നെ. മലയാളക്കരയിൽ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ നിയമങ്ങളെയും അറിയുന്ന പണ്ഡിതന്മാർ അങ്കുലി പരിമിതമാണ്. ചില ആളുകൾ അള്ളാഹുവിനെ അറിയുന്ന തിരക്കിൽ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അറിഞ്ഞില്ല. അവരിങ്ങനെ സൂഫിയാക്കളും തൗഹീദിൽ ഫനായിലും ജദ്ബിലുമൊക്കെയായി പലപ്പോഴും ഫിഖ്ഹിന്റെ നിയമങ്ങൾ അറിയാതെ കടന്നുപോയ വലിയ മഹാന്മാരാണ്. ജാഹിലീങ്ങൾ എന്നല്ല ഈ പറയുന്നത്, എന്നാൽ പൂർണ്ണമായും അറിയാതെ കടന്നുപോയവരാണ്. ചില ആളുകൾ ഫിഖ്ഹിന്റെ നിയമങ്ങൾ മാത്രം അറിഞ്ഞു, അള്ളാഹുവിനെ അറിയാതെ കടന്നുപോയി. കോയക്കുട്ടി ഉസ്താദിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവര് എന്നതാണ്. അള്ളാഹുവിനെയും അറിഞ്ഞു, അള്ളാഹുവിന്റെ നിയമങ്ങളെയും അറിഞ്ഞു എന്നതാണ്. അതാണ് അവരുടെ ജീവിതം നമുക്ക് നൽകുന്ന സുപ്രധാനമായ പാഠം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, അവരെ വളർത്തിയത് ഔലിയാക്കളാണ്. കണ്ണി ഉസ്താദിനെ പോലെയുള്ള, ആലുവായി അബൂബക്കർ മുസ്ലിയാരെ പോലെയുള്ള, ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരെ പോലെയുള്ള ആളുകളുടെ തർബിയത്ത്, അവരുടെ തൊട്ടടുത്ത് കിടക്കുന്ന അവിടുത്തെ പ്രിയപ്പെട്ട ജ്യേഷ്ഠനും ഉസ്താദുമായ മഹാനവറുകളുടെ തർബിയത്ത്, വലിയ ഔലിയാക്കളുടെ തർബിയത്ത് ഏറ്റുകൊണ്ട് ഉന്നതമായ സ്ഥാനത്തെത്തിയ മഹാനാണ്. അതോടുകൂടി അവർ ഔലിയാക്കളെ വളർത്തിയിട്ടുണ്ട്. അത് അവരുടെ ശിഷ്യന്മാരെ പഠിച്ചാൽ മനസ്സിലാവും. അവരുടെ ശിഷ്യന്മാരിൽ പ്രഗത്ഭരായ സൂഫിയാക്കളെയും ഔലിയാക്കളെയും കാണാം.
അവരുടെ ഉസ്താദുമാരിൽ പ്രഗത്ഭരായ ഔലിയാക്കളെയും സുഫിയാക്കളെയും കാണാം, നടുവിലാണ് അവർ. അത് വളരെ പ്രയാസമാണ്. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഉറൂസ് എന്ന് പറയുന്നത്. കാരണം ഇത് ജീവിതമല്ല, ഇത് മൗത്താണ്. ദുന്യവിയായ ജീവിതം ജീവിതമല്ല, ഇതിനാണ് മൗത്ത് എന്ന് പറയാം. ഇനി വരുന്നതാണ് ഹയാത്ത്. ഒരു ആയത്ത് ഞാൻ ആലിമീങ്ങളോടല്ല മുത്താലിമീങ്ങളോട് ഓതി കേൾപ്പിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബാറകല്ലദീ ബിയദിഹിൽ മുൽകു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. الذي അള്ളാഹുവിനെ കുറിച്ച് പറയാണ്, മൗസലിൻ സലേട്ട് പറയാണ്. അല്ലദി എങ്ങനെയുള്ള അള്ളാഹ്, ഖലഖൽ മൗത, അവനാണ് മൗത്തിനെ സൃഷ്ടിച്ചത്, വൽ ഹയാത, ഹയാത്തിനെ. നമ്മളെ നോട്ടത്തിൽ ആദ്യം വരുന്നത് ഹയാത്തും പിന്നെ വരുന്നത് മൗത്തുമാണ്. അള്ളാഹ് പറഞ്ഞത് നേരെ എതിരാണ്. നമ്മളെ മുമ്പിൽ ആദ്യം ഉള്ളത് ഈ ഹയാത്താണ്, മൗത്ത് പിന്നെ വരുന്നതാണ്. അള്ളാഹ് പറഞ്ഞത് ആദ്യം മൗത്താണ്. കാരണം എന്താണ്? മുഫസ്സിരീങ്ങൾ ആരിഫീങ്ങൾ രേഖപ്പെടുത്തുന്നു, ഈ ജീവിതം ഹയാത്തല്ല, ഇത് മൗത്താണ്. ഇനി വരുന്നതാണ് ഹയാത്ത്. അയ്യാമുൽ മൗത്ത്, ഔഖാത്തുൽ മൗത്ത്, ഇതാണ് ദുനിയാവിയായ ജീവിതം. അതുകൊണ്ടാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അന്നാസു നിയാം ഇദാ മാതു ഇൻദബഹു നബിയുനാ മുഹമ്മദ് മുസ്തഫ. മഹാനായ ഇബ്നു ഹജർ ഹൈതമി ഈ മാസം ചർച്ച ചെയ്യപ്പെടേണ്ട മഹാനാണ്. അവർ വഫാത്തായത് റജബിലാണ്. ഈ മാസം ഒരുപാട് മഹാന്മാർ വഫാത്തായിട്ടുണ്ട്. മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അൻഹു, മുഹമ്മദ് ഇദ്രീസ് ശാഫഈ റളിയല്ലാഹു അൻഹു, അബൂ സക്കരിയ യഹ്യ ഇബ്നു ശറഫ് അൻ-നവവി റളിയല്ലാഹു അൻഹു, ഇബ്നു ഹജർ ഹൈതമി, മഹാനായ ഖാജ മഈനുദ്ദീൻ ചിശ്തി അജ്മീരി, മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, ശൈഖു മശായിഖിന കോയക്കുട്ടി ഉസ്താദ്, ഇവരൊക്കെ വഫാത്തായത് ഈ മാസത്തിലാണ്. അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ, അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഞാൻ സാന്ദർഭികമായിട്ട് ഇവരുടെ ഓർമ്മയിലൂടെ അങ്ങനെയാണ് കടന്നു പോകാം. അതാണ് ഇബ്നു ഹജർ ഹൈതമി ഒരിക്കൽ നല്ല തുണിയും കുപ്പായിട്ടിട്ട് പ്രൗഢഗംഭീരമായ തലപ്പാവ് ധരിച്ചിട്ട് ഒരു സൽക്കാരത്തിന് ഭക്ഷണം കഴിച്ചിട്ട് മധുര പലഹാരം കഴിച്ചിട്ട് ഇങ്ങനെ പോണ സമയത്ത് ഒരു ജൂതന് വഴിയിൽ ഇങ്ങനെ ഉണ്ട്. അയാള് കാലിന് കുഷ്ഠരോഗമുണ്ട്. ആൾക്ക് മര്യാദക്ക് തുണി കുപ്പ എടുക്കാനില്ല, ആൾക്ക് തലവെക്കാൻ തിണ്ണയില്ല. അയാൾ കഷ്ടപ്പെട്ടുകൊണ്ട് ഈച്ച ആട്ടിയിട്ട് അദ്ദേഹത്തിന്റെ വ്രണം ഉണങ്ങാതെ അതിശക്തമായിട്ടുള്ള മുറിവിന്റെ വേദന പരീക്ഷണം കടിച്ചിറക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിന്റെ മുമ്പിലൂടെയാണ് ഇബ്നു ഹജർ ഹൈതമി എന്ന വലിയ പണ്ഡിതൻ കടന്നു വന്നത്. അപ്പൊ ഈ ജൂതൻ ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ട് പരിഹാസം നടത്തി. എന്താ പറയുക? അദ്ദുന്യാ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ എന്നല്ലേ മുസ്ലിയാരെ? അദ്ദുന്യാ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ എന്നല്ലേ? അപ്പൊ ഇബ്നു ഹൈതമി ആയിക്കോട്ടെ, അതിനെന്താ? ഇപ്പൊ നേരെ തിരിച്ചു പറയണ്ടേ? കാരണം നിങ്ങളെ വിശ്വാസം ഞാൻ കാഫിറാണ്, നിങ്ങൾ മുസ്ലിമാണ്. ഇപ്പൊ ഉള്ളത് ഈ ദുന്യാവ് എനിക്ക് സിജ്നും നിങ്ങൾക്ക് ജന്നത്തും അല്ലേ? കാരണം ഞാൻ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, എനിക്ക് വസ്ത്രം ഉടുക്കാനില്ല, തലവെക്കാൻ തിണ്ണയില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, എനിക്ക് ഒരു സൗകര്യമില്ല. നിങ്ങൾ സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചിട്ട് പലഹാരം കഴിച്ചിട്ട് പുത്തനുടെ ആളുകൾ നല്ല വേഷവിധാനത്തോടു കൂടി വരികയാണ്. അപ്പൊ ഈ ഹദീസ് നേരെ തിരിച്ചിടണ്ടേ? കാരണം കാഫറ എനിക്ക് ഇത് ജന്നത്ത്, മുസ്ലിമായ നിങ്ങൾക്ക് കാഫറ എനിക്കിത് സിജിന്, മുസ്ലിമായ നിങ്ങൾക്ക് ഇത് ജന്നത്ത്. അങ്ങനെയല്ലേ ഇപ്പൊ വരുന്നത്? നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ മുഹമ്മദ് നബിയുടെ ഹദീസിനെ നമ്മുടെ രണ്ടുപേരുടെ ഇടയിലൊന്ന് വിശദീകരിക്കാന്ന് വെച്ചു. നമ്മളാണെങ്കിൽ പെട്ടു, നമ്മളാണെങ്കിൽ തന്നെ എന്നെ പോലത്തെ മുത്താലിമികളാണെങ്കിൽ നല്ല കടന്ന് പിടിച്ച ചോദ്യം. ഇതെങ്ങനെ ഞങ്ങളുടെ ഇടയിൽ വിശദീകരിക്കാന്ന് വെച്ചു. അവരെന്ന് പറഞ്ഞാൽ ഉരുളക്കുപ്പേരിയല്ലേ, അവർക്ക് എന്തെങ്കിലും വിഷയമുണ്ടോ? അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, അള്ളാന്റെ മുമ്പ് എന്തേനെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞ അള്ള ഉണ്ടെന്ന്, അപ്പൊ അള്ളാന്റെ അപ്പുറം ആരാന്ന് വെച്ചു. ഒരു വലിയ സദസ്സിനോടാണ് ഇയാൾ ഇത് പരിഹസിച്ച് ചോദിച്ചത്. സദസ്സൊക്കെ ഇങ്ങനെ മറുപടി പറയാതെ ആശങ്കയുടെ മുൾമുനയിൽ വളരെ സ്തംഭിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ അബൂ ഹനീഫ റളിയല്ലാഹു ചെറിയ കുട്ടിയാണ്, വാപ്പുണ്ട് സദസ്സിൽ. വാപ്പനോട് പറഞ്ഞു അതിന് മറുപടി ഞാൻ പറയട്ടെ എന്ന് വെച്ചു. കോയക്കുടുസാക്ക് വളർന്ന എങ്ങനെ? കോയക്കുടുസാഹ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ദർസിൽ അഡ്മിഷൻ കൊടുത്തത് കിതാബിന്റെ ഇബാറത്ത് വായിപ്പിച്ചിട്ടല്ല, പിന്നെ ബുദ്ധി അളന്നിട്ടാണ്.
കാക്കുട്ടി സാഹിബ് 14-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 15-ാം വയസ്സിൽ ചാരിക്കുമ്പോഴാണ് പൊന്നാനിയിലേക്ക് നടന്നുകൊണ്ട് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ ശിഷ്യനാൻ വേണ്ടി പോയത്. കണ്ണിയത്ത് ഉസ്താദ് ഈ 15 വയസ്സുള്ള കാലിന് ചുവപ്പ് പോകാത്ത ചെറിയ കുട്ടിനെ കണ്ടുപോയിച്ചു. ജോടുന്ന വരണേന്ന് ചോദിച്ചു. ജോടുന്ന ഞാൻ ആനക്കരന്ന്. ആനക്കര എന്താ ആ നാടിന്റെ പേരാ? ആ ആനക്കര നാടിന്റെ പേരാണ്. അപ്പൊ അതിന്റെ വജൂഹ് തസ്മിയത്ത് എന്താന്ന് വെച്ചു. എന്താ അങ്ങനെ പേരാക്കാൻ കാരണം? അവിടെ കുറെ നമ്പൂരിമാരുണ്ടായിരുന്നു, അവർക്ക് ആനകളുണ്ടായിരുന്നു. അപ്പൊ ആനക്കരാന്ന് പേരിച്ചു. അപ്പൊ എങ്ങനെ കര വന്നത്? ഇതാ സെലക്ഷൻ. കര എങ്ങനെ വന്നത്? അത് അതിന്റെ തൊട്ടടുത്ത് ഭാരതപ്പുഴ ഉണ്ട്, അതിന്റെ കരയാണ്. അപ്പൊ ചോദിച്ചു, എന്നാ എന്റെ പേരെന്താന്ന് വെച്ചു. എന്റെ പേര് കോയക്കുട്ടി. കോയക്കുട്ടി അങ്ങനെ ഒരു പേരുണ്ടോ? അപ്പൊ ചരിത്രത്തിൽ ഡസൻ കണക്കിന് കോയക്കുട്ടി നിങ്ങൾ ഉദ്ധരിച്ചു. ആരിഫ്യങ്ങളെ കൂട്ടത്തിൽ വിട്ടു. കണ്ണിയത്ത് സാറിനു എനിക്ക് ഏത് കിതാബോട് ഓതി പഠിക്കാൻ പടി ഇരുന്നോന്നാണ്. അതാണ് കോയക്കുട്ടി സാറിന് പരീക്ഷ. അത്ര വലിയ കുശാഗ്ര ബുദ്ധി വളരെ ചെറുകാലത്തെ മഹാനവറുകൾ അള്ളാഹു ഉണ്ടായിരുന്നു. അതെ, പിന്നീട് വളർന്ന് വലുതായ എല്ലാ ആരിഫ്യങ്ങളുടെയും മഹാന്മാരുടെയും ചരിത്രം തപ്പിയാൽ ഈ ഒരു സമാന സ്വഭാവം കാണാൻ കഴിയും. അബൂ ഹനീഫ റളിയല്ലാഹു വാപ്പനോട് പറഞ്ഞു, വാപ്പേ അതിന് മറുപടി ഞാൻ പറയാം. വാപ്പ പറഞ്ഞു, മോനെ എനിക്കറിയോ, ഞാൻ പറയാം. 3 ചോദ്യമാണ് ആ പുരോഹിതൻ ചോദിച്ചത്. ഒന്ന്, ഒരു യുക്തിവാദിയാണ്, പുരോഹിതനല്ല, ഒരു യുക്തിവാദി. ഒന്ന്, അള്ളാന്റെ മുമ്പ് എന്തായിരുന്നു എന്നുള്ളതാണ്. 2, അള്ളാഹുവിന്റെ മുഖം എവിടെയാണെന്നുള്ളതാണ്. 3, ഈ സമയത്ത് അള്ളാഹ്ക്ക് എന്താ പണി എന്നുള്ളതാണ്. 3 ചോദ്യമാണ്. അപ്പൊ ചെറിയ കുട്ടി അബൂ ഹനീഫ വാപ്പനോട് പറഞ്ഞ മറുപടി ഞാൻ പറയാം. എന്നിട്ട് ആ ഈ യുക്തിവാദി സ്റ്റേജിന്റെ മുകളിൽ കയറിയിട്ടാണ് 10,000ങ്ങളോട് ഈ ചോദ്യം ചോദിക്കുന്നത്, വിശ്വാസികളോട്. അവര് വട്ടം കറങ്ങാണ്. ഈ ചെറിയ കുട്ടി താഴെ പോയിട്ട് പറഞ്ഞു, അല്ലേ മനുഷ്യ, ഞാനതിന് മറുപടി അറിയാം. 1ാമത്തെ ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ ഇയാൾ പറഞ്ഞു, അള്ളാഹുവിന്റെ മുമ്പ് എന്താണെന്ന് ചോദിച്ചു. അപ്പൊ ഈ കുട്ടി പറഞ്ഞു, നിങ്ങൾ 10ന്റെ അവിടെ നിന്ന് താഴേക്ക് എണ്ണിന്നാണ്. 10ന്റെ അവിടെ നിന്ന് താഴേക്ക് എണ്ണിന്നാണ്. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. എണ്ണി അല്ല, ഇനി എണ്ണാൻ പറ്റൂല. അത് ശരി, 1 കഴിഞ്ഞാൽ പിന്നെ എണ്ണാൻ പറ്റൂലല്ലേ? എന്നാലേ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. യുക്തിവാദിയുടെ ശരീരം മറച്ചുപോയി ഈ കാലിന്റെ ചുവപ്പ് മാറാത്ത കുട്ടിയുടെ മറുപടി കേട്ടുകൊണ്ട് നീ 2ാമത് ചോദിക്കുന്നത്. 2ാമത് ഇയാൾക്ക് പിന്നെ ചോദിക്കാനൊന്നുമില്ല, എന്നാലും ചോദിച്ചു, അള്ളാഹുവിന്റെ മുഖം എവിടെയെന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു, ഒരു പ്രകാശം, ഒരു ചിമ്മിനി, ഒരു വിളക്ക് ഇങ്ങനെ കത്തിച്ചിട്ട് പറഞ്ഞു, ഈ വിളക്കിന്റെ മുഖം ഇപ്പൊ എവിടെയെന്ന് വെച്ചു. ഇതിന് പ്രത്യേക മുഖമുണ്ടോ? ഉണ്ടെങ്കിൽ എവിടെയെന്ന് വെച്ചു. ഇതിന്റെ പ്രകാശം നാനാഭാഗത്തുണ്ട്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർളി. അല്ലാഹു ആകാശഭൂമിയുടെ പ്രകാശമാണ്. അതിന് മുനവ്വിർ എന്നർത്ഥമുണ്ട്. ആകാശഭൂമികളെ പ്രകാശിപ്പിച്ചത് അല്ലയാ. അല്ലെങ്കിൽ പ്രകാശം എന്നത് ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാധ്യമമാണ്. ഈ ആകാശത്തെയും ഭൂമിയെയും കണ്ടാൽ അല്ലാഹുവിനെ കാണാം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖിഫിൽ വന്നഹാർ ലആയാത്തിൽ ലിൽ അൽബാബ്. വ്യാഖ്യാനം എന്താവട്ടെ, ഈ ആയത്തിട്ടിട്ട് പറഞ്ഞു, യുക്തിവാദി പതറിപ്പോയി. 3ാമത് ചോദിച്ചത്, 3ാമത് ചോദിക്കാൻ നിൽക്കുന്നതിന് മുമ്പ് ഈ കുട്ടി പറഞ്ഞു, ഞാൻ കോവിഡ് സാറിന്റെ ഓർമ്മയിൽ ഈ മാസത്തിൽ വഫാത്തായ അബൂ ഹനീഫ റളിയല്ലാഹു അടുത്തേക്ക് കയറിയതാണ്. 3ാമത് ചോദിക്കുന്നതിന് മുമ്പ് ഈ കുട്ടി പറഞ്ഞു, 2 ചോദ്യത്തിന് നിങ്ങൾക്ക് വായടപ്പം മറുപടി ഞാൻ തന്നില്ലേ, ഇനി 3ാമത് നിങ്ങൾ ചോദിക്കുന്നതിന് നിങ്ങൾ മാന്യനാണെങ്കിൽ ആ സ്റ്റേജിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങണം, ഞാനൊന്നങ്ങോട്ട് കയറ്റാൻ. ഇനി അതല്ല വേണ്ടത്. മാത്രമല്ല, നിങ്ങൾ ചോദിക്കുന്ന ആളെ ഞാൻ മറുപടി അറിയുന്ന ആളാണ്. മറുപടി പറയുന്ന ആളെയാണ് എല്ലാവരും കാണണ്ടേ. ചോദിക്കുന്ന ആർക്കും ചോദിക്കാം, അങ്ങനെയല്ലോ. ചോദിക്കുന്ന ആർക്കും ചോദിക്കാം, മറുപടി. അതുകൊണ്ട് ഞാൻ സ്റ്റേജിന്റെ മുകളിൽ കയറാ, നിങ്ങൾ കണ്ട് ഇറങ്ങിക്കുന്നു, സ്റ്റേജിനുള്ളാണ്ട് കയറി ചോദിക്കുന്നത്. ഈ സമയത്ത് അള്ളാഹ്ക്ക് എന്താ പണി എന്ന് വെച്ചു. അപ്പൊ അള്ളാഹ്ക്ക് പണി, നിങ്ങൾ സ്റ്റേജിന്റെ മുകളിൽ നിന്ന് കണ്ട് ഇറക്കി എന്നാണ്ട് കയറ്റി. അതാ പണി. നിങ്ങളെ കണ്ട് ഇറക്കി എന്നെ അങ്ങോട്ട് കയറ്റി. അതന്നെ ഇപ്പൊ അള്ളാഹിന്റെ പണി എന്നാണ്. അതോടുകൂടി ആ സദസ്സിൽ പങ്കെടുത്ത ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കയറി വന്നു എന്നാണ്. അല്ലാതെ വാദപ്രയോഗം തന്നെ 8, 9, 10 മുഖാമുഖേറ്റു ഖണ്ഡന പ്രസംഗിച്ച് ഇങ്ങനെ നടത്തുന്ന അവസാനം തീരുമാനം അതാ പിരിയല്ല. ഇതാണ് വാദപ്രയോഗം. ആ സമയത്ത് ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കയറി വന്നു. ചിന്തിക്കണേ, ചിന്തിക്കണേ.
വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞത് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹുവിനോട് ഈ ജൂതൻ ചോദിക്കുകയാ, ഇപ്പോൾ എനിക്ക് അതാ കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല, കിടക്കാൻ തുണയില്ല, ഉടുക്കാൻ തുണിയില്ല, നല്ല മനോഹരമായ വീട്ടിൽ ഉറങ്ങുന്നുണ്ട്, സുഭിക്ഷമ കഴിഞ്ഞ് പ്രമ്പീരം വന്നുന്നുണ്ട്. അപ്പോ ഇപ്പോഴുള്ളത് സിജ്നുൽ കാഫിരി വ ജന്നത്തുൽ മുഅ്മിൻ എന്നല്ലേ ഉസ്താദ്? അങ്ങനെയല്ലേ ഇപ്പൊ വരുന്നത്? നിങ്ങൾക്കെന്ന് മറുപടിയുണ്ട്. കേട്ടോളൂ ചെറുപ്പക്കാരെ, ഈ പ്രവിശാലമായ പാടത്ത് കോയക്കുട്ടി ഉസ്താദിനോടുള്ള ബഹുമാനം കൊണ്ട് ഈ മുത്തഅല്ലിമിന്റെ വാല് കേൾക്കാൻ ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട പെങ്ങളെ, ഇബ്നു ഹജറുൽ ഹൈതമി എന്ന് പറയുന്ന മഹാനായ പണ്ഡിതന് ഷാഫി മദ്ഹബിലെ ലോകോത്തര ഗ്രന്ഥമായ ആധികാരിക ഗ്രന്ഥമായ തുഹ്ഫയുടെ മുഅല്ലിഫായ മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി പറയുകയാണ്, ആ ഹദീസിന് കുഴപ്പമില്ല, ചിന്തിച്ച് നിന്റെ തലക്കാണ് കുഴപ്പം മനുഷ്യ. എന്തുകൊണ്ട് ഒരാള് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് അരക്കിട്ടുറപ്പിച്ച് വിശ്വസിച്ചിട്ട് തഖ്വയിൽ അധിഷ്ഠിതമായി പടച്ചവനെ വണങ്ങി ജീവിതം നയിച്ചാൽ അവൻ ഈ ലോകത്ത് ഏത് വലിയ മണിമന്ദിരങ്ങളിൽ കഴിഞ്ഞാലും, എത്ര സുഭിക്ഷമായി കഴിച്ചാലും, രസകരമായി കുടിച്ചാലും, ഭൗതികമായ അനുവദനീയ സുഖങ്ങളുടെ പറുദീസയിൽ രാജാവിനെ പോലെ കഴിഞ്ഞാലും അവൻ അല്ലാഹ്ക്ക് തഖ്വ ചെയ്ത് ജീവിച്ചു എന്ന കാരണത്താൽ പടച്ചവൻ പരലോകത്തവന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള ഒറ്റമുത്തിൽ നിർമ്മിക്കപ്പെട്ട മണിമന്ദിരമില്ല, വിതരപ്പെട്ട മുത്തുകളെ പോലെയുള്ള ഹൂറിലിങ്ങളില്ല, പ്രായം കൂടാത്ത മക്കളില്ല, രസകരമായ പാനീയമില്ല, സുഭിക്ഷമായ ഭക്ഷണമില്ലേ. ജന്നത്താനി മിൻ ദഹബിൻ ആനിയതുഹുമാ വഹുലിയുഹുമാ വമാ ഫീഹിമാ മിൻ ദഹബ് വജന്നത്താനി മിൻ ഫില്ലാ ആനിയതുഹുമാ വഹുലിയുഹുമാ വമാ ഫീഹിമാ മിൻ ഫില്ലാ. ചില വലിയ കൊട്ടാരങ്ങൾ, തോട്ടങ്ങളോ അതിലുള്ള കൊട്ടാരങ്ങളൊക്കെ സ്വർണത്തിന്റെ ഇഷ്ടിക കൊണ്ടാ, ചിലതിലുള്ള കൊട്ടാരങ്ങൾ വെള്ളിയുടെ ഇഷ്ടിക കൊണ്ടാ. ആ കൊട്ടാരങ്ങളിലേക്ക് കയറാനുള്ള സ്റ്റെപ്പുകളോ മാണിക്യത്തിൻ്റെതാ. അവിടെ വിതറിയിട്ടുള്ള മണ്ണോ കുങ്കുമമാ, ചുമരിൽ തേച്ച് കുമ്മായമോ കസ്തൂരിയ. അതോടുകൂടി അടിവാരങ്ങളിലൂടെ കളകളാരവം മുഴക്കിയൊഴുകുന്ന തേനാറുണ്ട്, പാലാറുണ്ട്, വീഞ്ഞാറുണ്ട്, സ്വച്ഛന്ത പാനീയ ആറുണ്ട്. ഇങ്ങനെ മുഅ്മിനീങ്ങൾക്ക് പടച്ച തമ്പുരാൻ പരലോകത്ത് സ്വർഗീയമായ സംവിധാനമായി സൗഭാഗ്യമായി പ്രവിശാലമായി ഒരുക്കി വെച്ച സുഖങ്ങളിലേക്ക് ചേർത്ത് നോക്കിയാൽ ദുനിയാവിൽ അവൻ എത്ര സുഖം അനുഭവിച്ചാലും ഇത് ജയിലറയാണ്. പക്ഷെ അത് അങ്ങോട്ട് ചേർത്തിട്ട് ബിന്നിസ്ബത്തി ഇലാ മാ യുഅ്താ ഫിൽ ആഖിറ, ബിന്നിസ്ബത്തി ഇലാ മാ യുഅ്താ ഫിൽ ആഖിറ, ആഖിറത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് കണക്കൂട്ടണം. ഇവിടെ നിന്നിട്ട് കണക്കൂട്ടരുത്, രണ്ട് ലോകം സംഘടിപ്പിച്ചുകൊണ്ട് കണക്കൂട്ടണം, താരതമ്യം ചെയ്യണം, അപ്പോഴേ മനസ്സിലാവുമെന്ന് പറഞ്ഞു. ജൂതനം കണ്ട് അത്ഭുതപ്പെട്ടു പോയി വിശദീകരണം കേട്ടിട്ട്. എന്നിട്ട് ജൂതൻ ചോദിച്ചു, രണ്ടാമത് എന്താ? കാഫിറിന് സ്വർഗാന്ന് പറഞ്ഞല്ലോ, എനിക്കിപ്പോ എന്ത് സ്വർഗമുള്ളത്? നിനക്ക് സ്വർഗാണിത്. നിന്റെ കാലിൽ ചൊറിയാവട്ടെ, നിന്റെ ഊരക്ക് മുറിവാവട്ടെ, നിന്റെ തലയിൽ ഈച്ച മാറട്ടെ, നിന്റെ വയറ് ഭക്ഷണം കിട്ടാതെ ചപ്പട്ടെ, നിനക്ക് നടക്കാൻ കഴിയാതെ അസുഖമാവട്ടെ, നിനക്ക് കിടക്കാൻ തിണ്ണല്ലാതെയാവട്ടെ, നീ കഷ്ടപ്പാടിന്റെ പരീക്ഷണത്തിന്റെ പാറക്കെട്ടുകൾക്കിടയിൽ കിടന്നമർഞ്ഞാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പരമസത്യനെ വിശ്വസിക്കാതെ മരിച്ചുപോയാൽ പരലോകത്ത് പടച്ചവൻ നിനക്ക് ഒരുക്കി വെച്ചിട്ടുള്ള വളരെ ഗൗരവമുള്ള കത്തിക്കാളുന്ന ഭീകരമായ നരകജ്വാലയുടെ ആ ബീഭത്സകമായ ചൂടിലേക്ക്, തീഷ്ണമായ ഉഷ്ണത്തിലേക്ക്, വിശക്കാറ്റിലേക്ക്, തോല് പാമ്പിലേക്ക് നിന്നെ അങ്ങോട്ട് ചേർത്ത് നോക്കിയാൽ ഇവിടെ നീ എത്ര കഷ്ടപ്പാട്ടാലും ഇത് സ്വർഗം തന്നെയാണ്. അത് പരലോകത്തിന് ഇസ്ലാം ഉൾക്കൊള്ളാതെ മരിച്ചു പോയാൽ പടച്ചവൻ ഒരുക്കി വെച്ചിട്ടുള്ള അദാബിന്റെ നരകീയ ജ്വാലയിലേക്ക് ചേർത്ത് നോക്കിയിട്ടേ പറയാൻ പറ്റൂ, ഇവിടെ വെച്ചുകൊണ്ട് പറയാൻ പറ്റൂല.
അപ്പൊ അവിടെ വെച്ചുകൊണ്ട് നീ കാഫറായി വന്നാൽ പടച്ചവൻ ഒരുക്കിയിട്ടുള്ള നരകത്തിന്റെ തീജ്വാലയിലേക്ക് ചേർത്ത് വെക്കിയാൽ ഇവിടെ നിനക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിലും, നിനക്ക് കൊടുക്കാൻ തുണിയില്ലെങ്കിലും, നിനക്ക് വീടില്ലെങ്കിലും, നിനക്ക് ബന്ധുക്കളില്ലെങ്കിലും, നീ ഈച്ച മാറിയിട്ട് നീ രക്തവും ചെലക്കായിട്ട് കഴിയുകയാണെങ്കിലും നീ സ്വർഗത്തിൽ തന്നെയാണ് അങ്ങോട്ട് ചേർത്ത് വെക്കിയാൽ എന്ന് പറഞ്ഞു. ഉടനെ ജൂതൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. കണ്ടില്ലേ പ്രിയപ്പെട്ടവരെ, ഞാൻ മഹാനവറുകളുടെ ചരിത്രം തുടങ്ങി. ഇബ്നു ഹജർ എന്ന് പേര് വെക്കപ്പെടാൻ തന്നെ കാരണോ ഈ സദസ്സിൽ പങ്കെടുത്ത ഞാനും നിങ്ങളൊന്ന് മനസ്സിലാക്കണോ. ഇബ്നു ഹജർ എന്ന് പറഞ്ഞാൽ കല്ലിന്റെ മോനെന്നാണ്. എന്താണ് അവരെ കല്ലിന്റെ മോനെന്ന് പറയാൻ കാരണോ? ഒന്നുകിൽ ഇങ്ങനെയായിരിക്കാം, കല്ലിൽ മുത്തുണ്ട്, മാണിക്യമുണ്ട്. അവര് വിജ്ഞാനത്തിന്റെ മുത്തും മാണിക്യവും ആളുകൾക്ക് പകർന്നു കൊടുത്ത മഹാനാണ്, അതുകൊണ്ട് ഇബ്നു ഹജർ എന്ന് വിളിക്കപ്പെട്ടു. അല്ലെങ്കിലോ ഈ സദസ്സിൽ ഞാനടക്കമുള്ള മുഴുവൻ ആളുകളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സന്ദേശോ അതിന്റെ പിറകിലുണ്ട്. എന്താണ് കല്ലിന്റെ സ്വഭാവം? കല്ല് മിണ്ടൂല. നമ്മൾ തന്നെയും പ്രഭാഷണത്തിന് സാഹിത്യത്തിന്റെ മിനുക്കു ഭാഷ ഉപയോഗിക്കല് അനങ്ങാ പാറയുടെ നയം സ്വീകരിച്ച് നിശബ്ദനായിട്ട് നിൽക്കുന്നവനെന്നല്ലേ. കല്ല് ഇളകൂല, കല്ല് മിണ്ടൂല. ഇബ്നു ഹജർ അൽ ഹൈതമിയുടെ കുടുംബത്തിനൊരു സ്വഭാവം ഉണ്ടായിരുന്നു, അത്യാവശ്യത്തിനല്ലാതെ വായ തുറക്കൂല. അപ്പോൾ ആളുകൾ നിന്ന് പറയാൻ തുടങ്ങി, കല്ല് മുസ്ലിയാർ, തീരെ മുണ്ടൂല. അപ്പൊ ആൾക്കാർ തന്നെ കല്ലൂലായിരുന്നു. അങ്ങനെയാണ് ഇബ്നു ഹജർ എന്ന്. കായകുടിസ അങ്ങനെയല്ലോ, തൊള്ള തുറക്കുകയാണെങ്കിൽ ആ ഏരിയയിലുള്ള ആളുകൾക്കൊക്കെ മൻഫഅത്ത് ഉണ്ടാവും. ഫലിതം പറയുകയാണെങ്കിൽ കേട്ട ആൾക്ക് അതിന് പഠിക്കാണ്ടാവും. അങ്ങനെയാണ് കായകുടിസാന്റെ ഫലിതന്റെ ചോക്കു. ഫലിതത്തിൽ തസൗഫ് ഉണ്ടാവും, പ്രസംഗത്തിൽ തസൗഫ് ഉണ്ടാവും, ഇരുത്തത്തിൽ തസൗഫ് ഉണ്ടാവും. ഒരു പരിപാടിക്ക് ഞാൻ ഒരുപാട് ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട് പല സ്ഥലങ്ങളിലേക്കും. എന്ത് പറഞ്ഞാലും അതിൽ നഹവ് ഉണ്ടാവും, തസൗഫ് ഉണ്ടാവും, താരീഖ് ഉണ്ടാവും, ഫിഖ് ഉണ്ടാവും. ഒരു തമാശ പറയുകയാണെങ്കിൽ അതിന് ഒരുപാട് പെറുക്കിയെടുക്കാണ്ടാവും. അല്ലെങ്കിലോ പൂർണ്ണ സുക്കൂത്ത്, മുണ്ടൂല, ഒന്നും മിണ്ടൂല. പക്ഷെ ആ മിണ്ടാത്തത് വലിയ പ്രസംഗമാണ്. അവര് വായ കൂട്ടിയാൽ വലിയ പ്രഭാഷകനാണ്, വായ തുറന്നാൽ വലിയ പ്രഭാഷകനാണ്. ജീവിതം മൊത്തം നിശബ്ദത കൊണ്ടും വാക്കുകളെ കൊണ്ടും പ്രസംഗിച്ചു തീർത്ത ഒരു വലിയ മഹാൻ. അള്ളാഹു അവർക്ക് ദറജ ഉയർത്തി കൊടുക്കട്ടെ, അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഓ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, ഈ എല്ലാ ചരിത്രങ്ങളും ഉൾക്കൊള്ളുന്ന വിശുദ്ധ റജബില് നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. ബഹുമാനപ്പെട്ട നൂറ് പൈസയും ഖാദിർ പൈസയും ഒക്കെ ഈ റജബുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെ അങ്ങ് കടന്നുപോയാൽ മതി എന്നോട് പറഞ്ഞു. അവരുടെ വാക്ക് മാനിച്ചുകൊണ്ട് അങ്ങനെ തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ വലിയ മഹാന്മാരുടെ വഫാത്തിന്റെ സംഭവത്തിന് സാക്ഷിയായതോടുകൂടെ പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട പെങ്ങളെ, ഈ റജബ് മാസത്തിലാണ് ആദ്യത്തെ ഹിജറ കേട്ടോ. മക്കയിലെ മർദ്ദന, തണ്ടന, താടന, പീഡനങ്ങൾ അസഹ്യമായി മൂർച്ഛിച്ചപ്പോ, പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോ 12 ആണുങ്ങളോ 4 പെണ്ണുങ്ങളും കൂടി ഹബ്ശയിലേക്ക് ഹിജ്റ പോയത് റജബില. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ നേതൃത്വത്തിലാണ്. ഇത് കേൾക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പെങ്ങളെ, മറ്റൊരു കാര്യം നിങ്ങൾ ചിന്തിക്കണോ. ഈ ശരീഅത്തിലെ ആദ്യത്തെ രക്തസാക്ഷി അത് ഹംസത്തുൽ കറാർ അല്ല, ജാഫർ ഇബ്നു അബീ ത്വാലിബ് അല്ല, അത് മഹാനായ ഉമറുൽ ഫാറൂഖ് അല്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അല്ല, അലിയാരല്ല. ഈടടുത്ത് കൊടുങ്ങിയില് ശത്രു വിഭാഗത്തിന്റെ വാളിനിരയായിട്ട് പരലോക പൗരത്വം സ്വീകരിച്ച ഫൈസലല്ല, കാസർഗോഡ് രക്തസാക്ഷിത്വത്തിലൂടെ പടച്ചവൻ അനന്തവിഹായസിലേക്ക് പാറിപ്പറന്ന റിയാസല്ല. മറിച്ച് ഈ ശരീരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ഒരു പെണ്ണാണ്. പെണ്ണിന്റെ പേര് മറക്കണ്ട, ബീവി സുമയ്യ.
എന്നെ കേൾക്കുന്ന പെങ്ങന്മാരെ നിങ്ങൾ ചിന്തിക്കണോ? വിശുദ്ധമായിട്ടുള്ള ഈമാൻ കറകളയാത്ത വളരെ വളരെ പവിത്രമായ തൗഹീദിന്റെ സന്ദേശത്തെ ഹൃദയത്തിൽ അടരാതെ പതരാതെ പൊടിച്ചു നിർത്തിയ രൂഢമൂലമായ വിശ്വാസത്തിന്റെ ഉടമയായ, ചാഞ്ചല്യമില്ലാത്ത വിശ്വാസത്തിന്റെ ഉടമയായ സുമയ്യ റളിയല്ലാഹു തആല പ്രവിശാലമായ മക്കയിലെ മണൽപ്പരപ്പിൽ വിവസ്ത്രയായി മലർത്തിക്കിടത്തിയില്ല. സുബ്ഹാനല്ലാഹ്. അബൂജാഹില് കൂർത്ത മൂർച്ചയുള്ള ഇരുമ്പിന്റെ ദണ്ഡ് പഴിപ്പിച്ചുകൊണ്ട് സുമയ്യ റളിയല്ലാഹു തആല അൻഹയുടെ സ്വകാര്യ അവയവത്തിലേക്ക് കുത്തിക്കയറ്റിയില്ല. ഇതെല്ലാം ലൈവായി തന്റെ പ്രിയപ്പെട്ട ഭർത്താവായ യാസിർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. യാസിർ മണലിൽ കിടന്നുരുണ്ടിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്തില്ല, എന്റെ ഭാര്യ റബ്ബേ. അപ്പുറത്തു നിന്ന് യാസിറിനെ ആക്രമിക്കുന്നത് കണ്ടിട്ട് പ്രിയപ്പെട്ട സഹധർമ്മിണിയായ സുമയ്യയും പൊട്ടിക്കരഞ്ഞില്ലേ. എന്തിനു വേണ്ടി ഉമ്മ, എന്തിനു വേണ്ടി പെങ്ങളോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ചതിന്റെ പേരിലാണ് അങ്ങനെ അബൂജാഹിലിന്റെ ക്രൂരമായ മർദ്ദനത്തിന് വിധേയായി ഇഞ്ചിഞ്ചായി മുറിക്കപ്പെട്ട അവസ്ഥയില്, എല്ലുകൾ പൊടിക്കപ്പെട്ട അവസ്ഥയില്, ശരീരം കീറി മുറിക്കപ്പെട്ട അവസ്ഥയില് പടച്ചവന്റെ പരലോകത്ത് സ്വർഗീയമായ റാണിയായി മാറിയ മഹതിയായ സുമയ്യ റളിയല്ലാഹു തആല അൻഹയുടെ കൂടെ സ്വർഗം കടക്കാൻ കൊതിക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, ഇന്ന് നിങ്ങൾ ശരീരം കൊടുക്കണ്ട, അക്രമത്തിനിരയാകണ്ട. മറിച്ച സുമയ്യ റളിയല്ലാഹു തആല അൻഹ കടക്കുന്ന സ്വർഗത്തിൽ നിങ്ങൾക്ക് കടക്കണോ? മുഖമക്കന ധരിച്ചു നടന്നോ? മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅത്തി ശഹീദ്. പൊന്നാനി എന്ന് പറയുന്ന സ്ഥലത്ത് ഇൽമ കൊണ്ട് മണ്ണിനെ പൊന്നാക്കിയ സ്ഥലമാ. അല്ലാഹ്, ഈടെ അടുത്ത് നമ്മൾ കണ്ടില്ലേ, സ്കൂൾ കുട്ടികളാണ് മുഖമക്കന ധരിച്ചുകൊണ്ട് ആനയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് തുള്ളിയത്, ബാൻഡിന്റെ ഇടയിൽ വെച്ചുകൊണ്ട് അന്യ ചെറുപ്പക്കാരുടെ ഇടയിൽ വെച്ചുകൊണ്ട് കൂസലില്ലാതെ കൂളായി തുള്ളിയത് മുഖമക്കന ധരിച്ച ഈ ഉമ്മത്തിലെ പെൺകുട്ടികളാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളോ, നീ ഒന്ന് ഹയാഓടുകൂടി ഔറത്ത് മറച്ചുകൊണ്ട് ഭർത്താവിനെ അഭാവത്തിലും സാന്നിധ്യത്തിലും വഴിപ്പെട്ടുകൊണ്ട് 5 വക്ത് ഫർള് നിസ്കാരം മിസ്സാകാതെ കുട്ടികളെ തർബിയത്ത് ചെയ്തുകൊണ്ട് ജീവിച്ചാൽ ഈ സുമയ്യ റളിയല്ലാഹു തആല അൻഹയുടെ കൂടെ സ്വർഗ്ഗത്തിലാ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മനസ്സിന്റെ ഉള്ളിൽ ഒരു ബേജാറ്, പേടി കണ്ടോ. ഞാൻ ഈ മഹാന്മാരുടെ ചരിത്രത്തിൽ തന്നെ പോവാ. മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു തന്റെ ജീവിതത്തിൽ അറിഞ്ഞു, അവരുടെ നാട്ടില് ഒരു കൂട്ടം ആടിനെ ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയി. മോഷ്ടാക്കളെ അറിയില്ല, ആട് എവിടെയെന്നും അറിയില്ല. അബൂ ഹനീഫ തന്നെ ഇതിങ്ങനെ കേട്ടു, നമ്മുടെ നാട്ടിൽ കുറച്ച് ആടുകളെ കാണാനില്ല, ഏതൊക്കെ അറവേര് തട്ടിക്കൊണ്ടതാണ്. അപ്പൊ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒരു ആടുകളെ കുറിച്ച് അറിയുന്ന ഒരാളെ വിളിച്ചിട്ട് വെച്ചു, ഒരാട് പരമാവധി എത്ര കൊല്ലം ജീവിക്കുന്നു വെച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഒരാട് പരമാവധി 7-8 കൊല്ലമൊക്കെ ജീവിക്കുന്നു. ആ ഒരൊറ്റ കാരണത്താൽ 8 കൊല്ലം ആട്ടർച്ച് തിന്നീല മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ട്? ഞാൻ തിന്നണ ഈ ഭക്ഷണം ആ മോഷ്ടിക്കപ്പെട്ട ആടിന്റെ ഭക്ഷണം സാധ്യമുണ്ടല്ലോ എന്ന് പഠിച്ചിട്ട്. അതിനിടയിൽ വേറെ ആളൊന്ന് പറഞ്ഞു, ആ നട്ടപ്പെട്ട ആടുകളുടെ കൂട്ടത്തിൽ ഒരാടിനെ നമ്മളെ പുഴയിൽ കണ്ടിട്ടുണ്ട്, മീനുള്ള പുഴയിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ എല്ലാരും അങ്ങോട്ട് ഓടി. അബൂ ഹനീഫ നോക്കുമ്പോ ആടിനെ മത്സ്യങ്ങൾ തിന്ന് തീർത്തിട്ട് എല്ല് മാത്രമേ ഉള്ളൂ. അപ്പൊ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മത്സ്യങ്ങളെ കുറിച്ച് അറിയുന്ന ഒരാളെ വിളിച്ചിട്ട് വെച്ചു, ഈ പുഴയിലെ ഓരോ മീനും മാക്സിമം എത്ര കാലാ ജീവിക്കുമെന്ന് വെച്ചു. അയാൾ പറഞ്ഞു, ഈ ഉപ്പുവെള്ളം, ഈ ഭൂമി, ഇതിലുള്ള മത്സ്യങ്ങൾ ഇതിന്റെ കണക്കിൽ ഒരു 8 കൊല്ലത്തിനപ്പുറം പോലാന്ന് പറഞ്ഞു. ആ 8 കൊല്ലം മത്സ്യങ്ങളെയും കഴിച്ചില്ല, 7 കൊല്ലം ആട്ടർച്ചില്ല. കാരണം ആ നട്ടപ്പെട്ട ആടിന്റെ മാംസാവോ എന്ന് പേടിച്ചിട്ട്. 8 കൊല്ലോ ഈ ആടിനെ തിന്ന് വളർന്ന മത്സ്യങ്ങളാവോ എനിക്ക് കൊണ്ടുവന്ന ഈ മത്സ്യം എന്ന് പേടിച്ചിട്ട് 8 വർഷം മത്സ്യവും തിന്നില്ല. ഇങ്ങനെ പടച്ചവന്റെ പൊരുത്തത്തിൽ വയറ് ശുദ്ധിയാക്കിയ ഒരു മഹാനാണ് അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല. അവരൊരിക്കലും സ്വപ്നം കണ്ടു,
സ്വപ്നം കാണുന്ന കാലമല്ലത്. ചില ആളുകൾക്ക് കിടന്ന അപ്പൊ സ്വപ്നമാണ്. ഒരു സ്വപ്നം കണ്ടു, സ്വപ്നം ബാഹ്യത്തിൽ വലിയ പേടിയുള്ള സ്വപ്നമാണ്. എന്താണെന്നറിയോ? അബൂ ഹനീഫ റളിയല്ലാഹു കണ്ട സ്വപ്നം കുറച്ച് ബേജാറുള്ള സ്വപ്നമാണ്. ചിലത് ബേജാറുള്ളത് വ്യാഖ്യാനം നല്ലതായിരിക്കും. എല്ലാ സ്വപ്നം അങ്ങനെ പേടിക്കൊന്നും വേണ്ട. ചിലത് ബേജാറുള്ളതായിരിക്കും, വ്യാഖ്യാനം നല്ലതായിരിക്കും. ഈ സ്വപ്നങ്ങളെന്ന് കേട്ട് നോക്കും. അബൂ ഹനീഫ റളിയല്ലാഹു ഇങ്ങനെ കിടക്കുമ്പോ റൗള ഷരീഫ് സ്വപ്നം കാണാം. റൗളന്റെ ഹുജറത്ത് ഷരീഫിന്റെ അടുത്തേക്ക് എത്തിയിട്ട് അബൂ ഹനീഫ റളിയല്ലാഹു റസൂലുള്ളാഹിനെ ഇങ്ങനെ പുറത്തേക്ക് എടുക്കുകയാണ്. സ്വപ്നാണ്. ഖബർ ഷരീഫ് പുറത്തേക്ക് എടുക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹിന്റെ എല്ലൊക്കെ ഇങ്ങനെ ഊരുക. ബേജാറ എവിടേക്കെങ്കിലും പോണോ? നമ്മള് ചില ആളുകൾ പറയുന്നുണ്ട്, ഉസ്താദേ ഇന്നലെ പാമ്പിനെ സ്വപ്നം കണ്ടിട്ട് എന്താ അലാക്കാവെന്ന് വെക്കുക. പാമ്പിനെ സ്വപ്നം കണ്ട മഴ എന്നുള്ള വ്യാഖ്യാനമുണ്ട്. ശത്രുക്കൾ എന്ന് മാത്രമൊന്നുമല്ല. മര്യാദക്ക് സുബഹിസ്കരിക്കാത്തവനെ ബേജാറ് പറഞ്ഞ അതപ്പോ നമ്മളെ വലിയ പ്രശ്നം. ഏതായാലും ഈ ഒരു സ്വപ്നം കണ്ടപ്പോ ബേജാറായി. റസൂലുള്ളാഹിനെ പുറത്തേക്ക് എടുത്തിട്ട് ശരീരത്തിന് എല്ലിങ്ങനെ ഊരണ സ്വപ്നമാണ്. പേടിച്ചു. പഠിച്ചവനെ എന്തൊരു സ്വപ്നം അത്. റസൂലുള്ളാഹിനെ മുത്തുന്നാണേ തരക്കടില്ല, റസൂലുള്ളാഹിന്റെ കൈ പിടിക്കുന്നതാണേ തരക്കടില്ല, റസൂലുള്ളാഹിനെ കണ്ട് സംസാരിക്കുന്ന തരക്കടില്ല, ഹബീബാ നബിയുടെ ശരീരത്തിന് എല്ലൂരെ. ബേജാറായി. ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന കാലമായിരുന്നു. സ്വപ്ന വ്യാഖ്യാനത്തിന്റെ രാജാവാണ്. അവിടെ പോയി ബഹുമാനപ്പെട്ടവരും ഇബ്നു സീരീൻ തമ്മിൽ കണ്ടിട്ടില്ല. ഈ സ്വപ്നത്തിൽ ബേജാറായിട്ട് വ്യാഖ്യാനം, അതിന്റെ ഫ്രഷായ വ്യാഖ്യാനം കിട്ടണമല്ലോ, അതിന് താണ്ടിപ്പോയി അവിടെ എത്തി. അപ്പോ ഇബ്നു സീരീൻ റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി വന്നാണ്. എന്തേന്ന് വെച്ചു, ഞാൻ ഒരു സ്വപ്നം കണ്ടു, അതിന്റെ വ്യാഖ്യാനം അറിയാൻ വേണ്ടി ഇവിടത്തേക്ക് വന്നാണ്. അപ്പൊ ഈ വന്നത് ആരാന്നും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. അപ്പൊ മഹാനവർ ചോദിച്ചു, നിങ്ങൾ കണ്ട സ്വപ്നം എന്ന് പറയും. ഞാൻ ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖബറിന്ന് പുറത്തേക്ക് എടുത്തിട്ട് എല്ലൊക്കെ ഇങ്ങനെ ഊരിന സ്വപ്നം കണ്ടു, വല്ലാത്ത ബേജാറുണ്ട്. അതിൽ ഇബ്നു സീരീൻ പറഞ്ഞു, നിങ്ങൾ കാണൂല, ആ സ്വപ്നം നിങ്ങൾ കാണൂല. അല്ല, ഞാൻ കണ്ടിട്ട് വ്യാഖ്യാനം അറിയാൻ വേണ്ടി വന്നാണ്. അത് നിങ്ങൾ കാണൂല, ഞാൻ കണ്ടതാണ് പറയുന്നത്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും നിങ്ങൾ കാണൂല. അത് ദുനിയാവിൽ ഒരാൾ മാത്രമേ ആ സ്വപ്നം കാണുള്ളൂ. അത് നിങ്ങൾ കാണൂല. അതാരാന്ന് വെച്ചാൽ അബൂ ഹനീഫ എന്ന് പറയുന്ന ഒരു വലിയ മഹാണ്ട്. മൂപ്പര് കണ്ട സ്വപ്നം നിങ്ങൾ കണ്ടല്ല. പറഞ്ഞ അത് ഞാൻ തന്നെയാണ്. അപ്പൊ ഇത് ആരാ കാണുന്നുള്ളൂ ആർക്കറിയാം? മഹാനവർക്കറിയാം. ഇത് സ്വപ്നാണ്, ഇത് ലോകത്ത് ആരാ കാണുന്നുള്ളതും മഹാനവർക്കറിയാം. ഇത് നിങ്ങൾ കാണൂല. ഇത് ഇങ്ങനെ ഒരു മഹാണ്ട്, ഒരു ഇമാം, അവര് കാണുന്ന സ്വപ്നാണെന്ന്. അപ്പൊ പറഞ്ഞു അത് ഞാൻ തന്നെയാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ പറഞ്ഞു, ഞങ്ങൾ കുപ്പായെന്ന് പൊന്തിക്കുന്നത്. കുപ്പായ അങ്ങനെ പൊന്തിച്ചിട്ട് എല്ലും തൊലിയൊക്കെ അങ്ങനെ പിടിച്ചിട്ട് ഒന്ന് കെട്ടി പിടിച്ചിട്ട് നിങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞു. സ്വപ്നത്തിനൊക്കെ ഒരു അഡ്രസ് ഉണ്ടാവണം, അഡ്രസ് ഉണ്ടായി കൊടുക്കണം. സുബ്ഹാനല്ലാഹ്. അങ്ങനെയുള്ള വലിയൊരു മഹാനായിരുന്നു. മഹാനവറുകൾ എല്ലാവർക്കും പൈസ കടം കൊടുക്കുന്ന ആളാണ്, വെറുതെ കൊടുക്കുന്ന ആളാണ്, പൈസ വിതരണം ചെയ്യുന്ന ആളാണ്. അതിന് ആളെ നോക്കൂല, മതം പോലും നോക്കൂല. തന്റെ അയൽവാസി മജൂസി വന്നിട്ട് കുറച്ച് പൈസ വെച്ചു. അപ്പൊ അദ്ദേഹത്തിന് പൈസ കൊടുത്തു, തിരിച്ചു കൊടുക്കുന്നില്ല. പറഞ്ഞ അവധിയൊക്കെ കഴിഞ്ഞപ്പോൾ കിട്ടിയാൽ തരക്കടില്ല എന്ന നിലയിൽ മഹാനായ അബൂ ഹനീഫ അയൽവാസിയായ മജൂസിയുടെ വീട്ടിലേക്ക് കയറുകയാ. മജൂസിക്ക് മനസ്സിലായി കടം വാങ്ങാൻ വേണ്ടി വരികയാണ്. അയാള് ബേജാറായി. അബൂ ഹനീഫ ഇങ്ങനെ നടക്കുമ്പോ തന്റെ ചെരുപ്പമെന്ന് മജൂസിയുടെ വീട്ടിന്റെ ചുമരുമക്ക് കുറച്ച് ചളി തെറിച്ചു. ഈ ചെരുപ്പമെന്ന് ചളി തെറിച്ചു. അയാളാകെ ബേജാറായി. മുസ്ലിമും അല്ല, എന്നാ അയൽവാസിയാണ്. ചുമരുമക്ക് ചളി തെറിച്ചിട്ടുണ്ട്, പെയിന്റ് പുതിയ മാറ്റിയതായിരുന്നു. അപ്പൊ അബൂ ഹനീഫ റളിയല്ലാഹു ആ ബേജാറിൽ ഇങ്ങനെ നിൽക്കുകയാണ്. മജൂസിയാണെങ്കിലോ കടം തിരികെ വാങ്ങാനുള്ള ആള് വന്നിട്ടുണ്ടല്ലോ എന്നുള്ള ബേജാറിൽ പുറത്ത് ഇറങ്ങുവാണ്. അബൂ ഹനീഫ റളിയല്ലാഹു കടം മറന്നിക്കണ്, ഈ ചുമരുമക്ക് ചളി തെറിച്ച ബേജാറിലാണ്. ആ മജൂസി വന്നിട്ട് വെച്ചു, പിന്നെ നിങ്ങൾ ഒരാഴ്ചയും കൂടി നീട്ടി തരണം. എന്തെന്ന് വെച്ചു, മറന്നുപോയി. അയൽവാസിന്റെ ചുമര് ജാറ് എന്ന് പറഞ്ഞാൽ അഭയം കൊടുക്കുന്ന ആളെന്നാണ്. മറ്റാൾക്ക് അഭയം കൊടുക്കാനോ അടുത്ത് വീട് ഉണ്ടാക്കേണ്ടത്, അല്ലാതെ സംഘടന ഉണ്ടാക്കാനോ മറ്റാളെ ശത്രുതയിലാക്കാനോ അവനെ തോൽപ്പിക്കാനോ പരാജയപ്പെടുത്താനോ സീർ ചെയ്യാനോ ഒന്നുമല്ല. ജാറ് എന്ന് പറഞ്ഞാൽ അഭയം. ഇവനെ കൊണ്ട് മറ്റാൾക്ക് അഭയം ഉണ്ടാവണം, അതാണ്. ഇത് ശരിക്കും അറിയുന്ന മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? സുബ്ഹാനമഞ്ചല്ലാം ഈ നജസ് പുരണ്ട ചുമരുമെന്ന് എങ്ങനെ പോയി തുടച്ച് നീക്കുക എന്നുള്ള ആ പേടിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ മജൂസി വന്നിട്ട് ചോദിച്ചു, ഞങ്ങൾക്ക് ഒരാഴ്ചയും കൂടി നിങ്ങൾ എനിക്ക് നീട്ടി തരണം, എൻ്റെ അടുത്ത് പൈസ ലേറ്റ് ആണെന്ന്. എന്ത് പൈസ എന്ന് വെച്ചു. അല്ല, ഞാൻ തരാനുള്ള കാശ് വയ്ക്കാൻ വേണ്ടി വന്നല്ലേ? ഞാനത് മറന്നിട്ടുണ്ട്, ഞാൻ ഇപ്പൊ വേറെ വേദനകൾ കുറച്ച് വെള്ളം കൊണ്ടുവരുന്നു. എന്തേന്ന് വെച്ചു, എന്റെ ഈ ചെരുപ്പുമ്പോ നിങ്ങളെ ചുമരുമൊക്കെ കുറച്ച് ചളി തെറിച്ചിട്ടുണ്ട്, അത് ഞാൻ കഴുകി കളയാ, അല്ലെങ്കിൽ നാളെ നിങ്ങൾ എന്നെ അള്ളാന്റെ മുമ്പിൽ പ്രതികൂട്ടിലാക്കും, കുറച്ച് വെള്ളം കൊണ്ടുവരും, പൈസ ഒരു വിഷയമില്ല, വെള്ളം കൊണ്ടുവരുന്നു. അതിൽ ഈ മജൂസി വെച്ചു,
ഞാൻ നിങ്ങൾക്ക് കുറച്ച് പൈസ കടം തരേണ്ടായിട്ട് നിങ്ങൾ അത് ഉണർത്താൻ വേണ്ടി വന്നിട്ട് നിങ്ങളെ ചെരുപ്പമെന്ന് എൻ്റെ ചുമരിലേക്ക് കുറച്ച് ചളിയായപ്പോഴേക്ക് ഞാൻ തരാനുള്ള കാശ് പോലും മറന്നിട്ട് ആ വിഷയത്തിന്റെ ഗൗരവം ചിന്തിച്ചുകൊണ്ട് പേടിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എൻ്റെ ചുമര് വൃത്തിയാക്കുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ കൽബൊന്ന് വൃത്തിയാക്കണം. അതുകൊണ്ട് നിങ്ങൾ ഷഹാത്തേലും ഒന്ന് ചൊല്ലി തരുമെന്ന് പറഞ്ഞു. അബൂ ഹനീഫ ചൊല്ലിക്കൊടുത്തു. ആ മജൂസ് ഏറ്റി ചൊല്ലി ഇസ്ലാമിലേക്ക് വരികയാ. അങ്ങനെയുള്ള മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല എങ്ങനെയാണ് വഫാത്തായതെന്നറിയോ? ജയിലിൽ വെച്ചുകൊണ്ട് വിഷം കുടിച്ചിട്ടാണ്. പരിശുദ്ധമായിട്ടുള്ള ദീനിനെ ദഅവത്ത് നടത്തിയതിന്റെ പേരിൽ മുസ്ലിം നാമധാരികൾ ജയിലിലടച്ചുകൊണ്ട് 15 ദിവസം ശക്തമായി ചാട്ടവാറുകൊണ്ട് പുറം പൊളിയുന്ന അടിയടിച്ചിട്ട് പുറമങ്ങ് പൊളിഞ്ഞിട്ട് രക്തമങ്ങ് പമ്പ് ചെയ്യുമ്പോ ഫിഖ്ഹിന്റെ കോട്ടയായ ഹദീസിന്റെ ലക്ഷപ്രഭുവായ ഇമാമിങ്ങളിൽ പ്രധാനിയായ 20ഓളം സഹാബാക്കളെ കണ്ടെത്തിയ മഹാനായ താബീങ്ങളിൽ പ്രമുഖനായ അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു 10 ദിവസത്തോളം ഭക്ഷണം കൊടുക്കാതെ കഷ്ടപ്പെടുത്തിയിട്ട് രാവിലെ ഉച്ചക്കോ വൈകുന്നേരവും ചാട്ടവാറുകൊണ്ട് അടിച്ചിട്ട് ഇമാമിന്റെ പുറം പൊളിഞ്ഞിട്ട് ഇടക്കിടക്ക് ബോധരഹിതനാകുമ്പോ ബോധം തെളിഞ്ഞ ഉടനെ റബ്ബ് തആലയോട് ദുആ ചെയ്യുകയാണ്. അപ്പോഴാണ് ശത്രുക്കൾ ഒരു കോപ്പ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തത്. അത് കണ്ടപ്പോൾ വിഷമാണെന്ന് മനസ്സിലായി. കുടിക്കാൻ വിസമ്മതിച്ചപ്പോ ശത്രുക്കൾ ശക്തമായി കീഴ്പ്പെടുത്തിയിട്ട് വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതാ കുട്ടികൾക്ക് അസുഖമായാൽ കൈപ്പുള്ള മരുന്ന് മലർത്തിക്കിടത്തിയിട്ട് വായിൽ കൈയിട്ടുകൊണ്ട് ഉമ്മമാര് കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ? ഉപ്പമാര് കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ പടുകൂറ്റൻ പണ്ഡിതനെ മലർത്തിക്കിടത്തിയിട്ട് വായിലേക്ക് കൈയിട്ടുകൊണ്ട് ശത്രുക്കളതാ വിഷം നിറച്ച കോപ്പ വായിൽ വെച്ച് ഒഴുക്കുന്നു. അറിയാതെ ഉള്ളിലങ്ങ് പോയപ്പോ ഇമാമിനങ്ങ് തല കറങ്ങുകയാണ്. ആ സമയത്ത് മരണം അടുത്തു എന്ന് ഉറപ്പായപ്പോൾ അബൂ ഹനീഫ റളിയല്ലാഹു തആല പെട്ടെന്ന് നിസ്കാരത്തിലേക്കൊന്ന് കയറുകയാ. ഉളൂ ചെയ്തുകൊണ്ട് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ സുജൂദിൽ കിടന്നുകൊണ്ട് മരിച്ചുപോയി. അത് റജബ് മാസത്തിലാണ്. ആ മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു തആല വഫാത്തായ അന്നേ ദിവസം ജനിച്ച മഹാനാണ് മുഹമ്മദ് ഇദ്രീസ് ശാഫിഈ. അവർ വഫാത്തായത് റജബിലാണ്. ശാഫി ഇമാമിന്റെ ജന്മം അബൂ ഹനീഫ റളിയല്ലാഹു തആലയുടെ വഫാത്തിന്റെ അന്നാണ്. അതിനെക്കുറിച്ച് പണ്ഡിതന്മാര് പറയുന്നത്, ഒരു അമ്പിളി അങ്ങ് പോയപ്പോ മറ്റൊരു അമ്പിളി വന്നു എന്നാണ്. ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ മക്കളെ ഇൽമിലേക്ക് പറഞ്ഞയച്ചോ. നിങ്ങൾക്ക് ദുനിയാവ് വേണോ ആഖിറം വേണോ? ഇൽമിലേക്ക് പറഞ്ഞയച്ചോ. ഞാനൊന്ന് നിങ്ങളോട് ചോദിക്കട്ടെ, അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് ആ നാട് ഭരിച്ചിരുന്ന ഭരണാധികാരിയില്ലേ, നിങ്ങൾ പേരൊന്ന് പറയുമോ? ഇല്ല, പറയില്ല. കാരണം അദ്ദേഹം മരിച്ചതോടെ അദ്ദേഹത്തിന്റെ ചരിത്രവും മരിച്ചു. മുഹമ്മദ് ഇദ്രീസ് ശാഫിയുടെ കാലത്ത് ലോകം ഭരിച്ചിരുന്നവരില്ലേ ആ ഭരണാധികാരികളുടെ പേരറിയുന്ന എത്ര മലയാളികളുണ്ട്? ഇല്ല അല്ല. ആർക്ക് വേണമെന്നവര് അവരെ ജനങ്ങൾ വലിച്ചെറിഞ്ഞു. പക്ഷെ ഇന്നും ഷാഫി ഇമാം അബൂ ഹനീഫ ഇമാം നമ്മുടെ കൽബാകുന്ന കൊട്ടാരത്തില് ജീവിച്ചിരിക്കുകയല്ലേ? ഞാൻ ചോദിക്കട്ടെ, മഹാനായ വരക്കലുപ്പാപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇന്ത്യ ഭരിച്ചിരുന്ന പ്രധാനമന്ത്രിയുടെ പേരറിയുമോ? കേരളം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രിയുടെ പേരറിയുമോ? ആർക്ക് വേണം അറിയില്ല. ഞാൻ ചോദിക്കട്ടെ, വലിയുള്ളാഹി ശംസുൽ ഉലമാ ജീവിച്ചിരുന്ന കാലത്ത് ഈ കേരളത്തിലുള്ള
MLA-മാരുടെ പേരെന്ന് പറയുമോ, മന്ത്രിമാരുടെ പേരെന്ന് പറയുമോ? ഒരു പക്ഷേ ഒരുപാട് ആലോചിച്ച് ചിന്തിച്ചൊഴിഞ്ഞാരെങ്കിലും പറഞ്ഞെങ്കിൽ തന്നെ അത് ശംസുൽ ഉലമയെ കുറിച്ച് അറിയുന്നത് പോലെ അറിയുമോ? ഇല്ല ഇല്ല. എന്നാൽ ഈ ഒഴിഞ്ഞ പാടത്തിരുന്നുകൊണ്ട് പാവപ്പെട്ടവന്റെ വാളുകൾക്കുന്ന കാലിന്റെ ചേപ്പ് മാറാത്ത പൊന്നു പൈതലിനോട് ചോദിക്കൂ, ശംസുൽ ഉലമ ആരാണ്? കൃത്യമായിട്ട് പറയുന്നതാണ്. എന്തോ ദുനിയാവിലും ആഖിറത്തിലും ഒരു മനുഷ്യന് പ്രശസ്തിയുള്ളത്, അതാ ഒരു മനുഷ്യന് പിൻബലമുണ്ടാകുന്നത്, സമൂഹമധ്യ സ്ഥാനവും മാനവും ഉണ്ടാകുന്നത് കച്ചവടം കൊണ്ടല്ല, സമ്പത്ത് കൊണ്ടല്ല, സന്താനാധിക്യം കൊണ്ടല്ല, ഇൽമു കൊണ്ടാണ്. മഹാനായ ശൈഖ് മശായിഖിന കോയക്കുട്ടി ഉസ്താദിന്റെ പേരില് നമ്മൾ സ്മാരകം പണിയണം എന്ന് എന്റെ അഭിപ്രായം. ഞാൻ അറിയാതെ പറഞ്ഞു പോവുകയാണ്. സംഘാടകരുടെ തീരുമാനം എന്താണെന്നറിയില്ല. ഇനി സ്മാരകം പണിതാലും ഇല്ലേലും കോയക്കുട്ടി ഉസ്താദ് തന്റെ ജീവിതകാലത്ത് തന്റെ ഇൽമു കൊണ്ടും അമൽ കൊണ്ടും സ്ഥാപിച്ചൊരു സ്മാരകമുണ്ട്. ആ കുമായം പൊളിയൂല, ചിതല് കയറൂല, കൊടുങ്കാറ്റിൽ പൊളിയൂല. അത് പണിക്കാരെ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതല്ല, അതിന് എഞ്ചിനീയർ വേണ്ട. അത് ശൈഖുനയുടെ ജീവിതം കൊണ്ട് അവരുണ്ടാക്കിയ സ്മാരകമാ. ആ സ്മാരകമാണ് ഈ ബൾബുകൾ കത്തുന്നത്. ആ സ്മാരകത്തിന്റെ പവർ കൊണ്ടാണ് ഈ സദസ്സിൽ നിർമ്മിച്ചു കൂടിയത്. അല്ലാഹു അവർക്ക് ദറജോർത്തി കൊടുക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളോ, നിങ്ങളെ മക്കളെ അലിമീങ്ങളാക്കുക, ഇൽമിന്റെ അഹ്ലുകാരാക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇവിടെ കണ്ടോ ഇന്നത്തെ കുട്ടികൾക്ക് നമ്മൾ ഇൽമും കൂടി കൊടുത്തിട്ടില്ലെങ്കിൽ എന്തായിരിക്കും കുട്ടികളുടെ അവസ്ഥ? അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറയും. അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ഈടെ അടുത്തൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ എന്നോട്, ഒരു മുസ്ലിം, എന്താ ഇത്രേ അകന്നു പോയി നമുക്ക് അറിഞ്ഞൂടാ, ഒരു വലിയ ഉദ്യോഗസ്ഥന് അദ്ദേഹം എന്നോട് വിളിച്ച് ചോദിക്കാണ്. എന്താ ചോദിച്ചെന്നോ? നിങ്ങൾ തിരക്കിലാണോ? എന്തേ തിരക്കിലാണ്? എന്തേ പ്രശ്നം എന്താ? അല്ല, ഇസ്ലാമിലെ ഷഹാദത്ത് കലിമ ഏതാണെന്നാ ചോദിക്കുന്നത്. ഒരു 40-40 വയസ്സുള്ള ഒരു ഉദ്യോഗസ്ഥൻ, ഒരു മുസ്ലിം ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നത്. ഞങ്ങൾ വലിയൊരു ചർച്ചയിലാണ് ഇവിടെ. ഈ ഇസ്ലാമിലെ ഷഹാദത്ത് കലിമ പറഞ്ഞാൽ ഏതാണെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ ഫോണിൽ പറഞ്ഞു കൊടുക്കുകയാണ് ഷഹാദത്ത് കലിമ എന്നാണ്. ഒരു ഇൽമില്ല എന്നുള്ള ഇൽമില്ലാതെ അങ്ങനെ വളർന്നാൽ നമ്മുടെ കുട്ടികളൊക്കെ എവിടെ എത്തും? നിങ്ങൾ ചിന്തിക്കണം. എങ്ങനെയാണ് കുളിക്കുക, തയമം ചെയ്യുക, എങ്ങനെയാണ് ഒളു ചെയ്യുക, എങ്ങനെയാണ് മയ്യിത്ത് സ്കരിക്കുക, ഇതൊന്നും അറിഞ്ഞുകൂടാത്തൊരു വിഭാഗം കുട്ടികളായിട്ട് 3-4 ചെറുപ്പക്കാരിങ്ങനെ നിസ്കരിക്കുമ്പോൾ ഇമാമ് കൈയ്യെട്ടിയിട്ടില്ല, മൗമൂമിങ്ങൾ കൈയ്യെട്ടി ചെയ്തിരിക്കണം. ഇമാമ നിസ്കാരം തുടങ്ങിയിട്ടില്ല, മൗമൂമിങ്ങൾ നിസ്കാരം തുടങ്ങിയിരിക്കണം. ഇത് കണ്ട സമയത്ത് ആ തക്ബീർ കെട്ടിയ ആളുകൾ ഇമാമിനെ ഇങ്ങനെ തോണ്ടുകയാണ്. ഞങ്ങൾ തുടങ്ങിക്കണെങ്കിൽ എന്താ അങ്ങനെ നോക്കിക്കണമെന്നാണ്. ഒരു നിസ്കാരം ഒരു ടൗൺ പള്ളിയിൽ കണ്ടതാണ്. ഞങ്ങളൊക്കെ നിസ്കാരം തുടങ്ങിക്കണം, എന്താ നോക്കിക്കണമെന്നായിട്ട് തോണ്ടുകയാണ്. അപ്പൊ ഇമാമ തക്ബീർ കെട്ടി, എന്നിട്ട് എല്ലാരും കൂടി സ്കെച്ച് പിരിഞ്ഞു. ഇമാമ് തുടങ്ങണതിന് മോമിങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഇമാമ തക്ബീർ കെട്ടി സ്കെച്ച് എല്ലാരും കൂടി സ്കെച്ച് പിരിഞ്ഞു. ജീവിതത്തിൽ എങ്ങനെയാണ് ജീവിത സമർപ്പണം എന്നതിൻ്റെ ഫിഖ്ഹിയായ നിയമങ്ങളോ അതിൻ്റെ അഖീദയോ ഒന്നും പഠിക്കാതെ ഇന്ന് അലമ്പുകളായി, ചവറുകളായി, ആനകളെ പോലെ ചവിട്ടിമതിച്ചും പുലികളെ പോലെ കടിച്ചു കീറിയും പാമ്പുകളെ പോലെ വിഷമുതിയും തേളുകളെ പോലെ കുത്തിനൊവിച്ചും പെരിച്ചായികളെ പോലെ ഉറക്കൊഴിച്ചു നടക്കുന്ന അലമ്പുകളായി, ചവറുകളായി നമ്മുടെ ചെറുപ്പക്കാർ മാറുമ്പോൾ, പ്രിയപ്പെട്ട ഉമ്മമാരെ, പെങ്ങന്മാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇത് ഒരു വെക്കേഷൻ സമയമാണ്. വെറും കളിയിലും വിനോദത്തിലും രസിച്ചും മതിച്ചും സുഖിച്ചും മാത്രം കുട്ടികൾ നീങ്ങുന്ന സമയത്ത് നമ്മുടെയൊക്കെ നാട്ടിലെ ഏറ്റവും വലിയ ധർമ്മം ഉള്ള കുട്ടികളൊക്കെ പള്ളിയിൽ ഒരു മണിക്കൂറെങ്കിലും മഗ്‌രിബ് ഇശാക്കിടയിൽ ആ കുട്ടികൾ അള്ളാന്റെ ദീനൊന്ന് പഠിക്കട്ടെ. നമ്മുടെ കൽബിൽ ദീനുണ്ടെങ്കിൽ തീരുമാനിക്കണം. നമ്മൾ ദീനുണ്ടെങ്കിൽ തീരുമാനിക്കണം. നമ്മുടെ കുട്ടികൾ പടച്ചോന്റെ ദീന് പഠിക്കട്ടെ. ഒരു മനുഷ്യനെ അള്ളാഹു പൊരുത്തത്തോടെ ഏറ്റെടുത്തു എന്നതിന്റെ ഒന്നാമത്തെ ലക്ഷണം അവനെ ഇൽമുമായി ബന്ധപ്പെടുത്തുന്നതാണ്. ഒരാൾക്ക് ഒരു ഇൽമുല്ലേ, അള്ളാഹു അവനെ ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഈ ദുനിയാവിലേക്ക് മനുഷ്യൻ വന്നത് മാരിഫത്തിന് വേണ്ടിയാണ്. മാരിഫത്ത് സമ്പത്തിൽ നിന്ന് കിട്ടൂല, സന്താനങ്ങളിൽ നിന്ന് കിട്ടൂല, അത് ഇൽമിന്ന് കിട്ടുള്ളൂ. ഒരാൾക്ക് കുറെ കുട്ടികളുണ്ടായി, അള്ളാഹിനെ അറിയോ? വലിയ പൊര ഉണ്ടായി, അള്ളാഹിനെ അറിയോ? കുറെ പൈസ ഉണ്ടായി, പുതിയ 2000 നോട്ട്, അതുകൊണ്ട് അള്ളാഹിനെ അറിയോ? അള്ളാഹിനെ അറിയണമെങ്കിൽ ഇൽമു വേണം. അതാണ് അള്ളാഹു തആല ഒരാളെ പൊരുത്തപ്പെട്ട ഉടനെ ഇൽമു കൊടുക്കും.
പൊരുത്തപ്പെട്ട ഉടനെ കൊടുക്കുന്ന ഇൽമ. ആ ഇൽമ നിങ്ങളെ കുട്ടികൾക്ക് ഇല്ലെങ്കിൽ നിങ്ങളെ കുട്ടികൾ അള്ളാഹു പൊരുത്തപ്പെട്ടിട്ടില്ല എന്നാണ്. ചില സ്ഥലത്ത് മക്കളെ മുമ്പിൽ വാപ്പ ഇബിലീസായി മാറുന്ന അവസ്ഥ ഉണ്ട്. അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും കുറച്ച് കടന്നു പോയില്ലേ. ഞാൻ വിശദീകരിക്കാം. ഇബിലീസ് എല്ലാ ദിവസവും അനുയായികളെ സംഘടിപ്പിച്ചുകൊണ്ട് വരവും ചെലവും കണക്കൂട്ടുന്നതാണ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരോട് ചോദിക്കും, ഇന്ന് എന്തായിരുന്നു എനിക്ക് പണി? അപ്പൊ ഒരാൾ പറയും, ഇന്ന് ഞാനൊരു ഭാര്യ ഭർത്താവിനിടയിൽ പണക്കുണ്ടാക്കി. ആ നല്ല കാര്യം, ഇരിക്കെ നല്ല കാര്യം. നീ എന്ത് ചെയ്ത്? ഞാൻ രണ്ടാളെ കൊണ്ട് കള്ളുടിപ്പിച്ചു. ആ നല്ല കാര്യം, ഇരിക്കുക. എന്താ എന്റെ പണി? ഞാനൊരു പെണ്ണിനെ ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് പ്രേമത്തിലാക്കിയിട്ട് ചാടി വെയിലി അടിച്ചുകൊണ്ട് ആ പെണ്ണിനെ വെയിലി അടിച്ചു കഴിച്ചാ നല്ല കാര്യം, ഇരിക്കുക. അല്ല എന്റെ പരിപാടി എന്തായിരുന്നു? ഞാനിങ്ങനെ പിന്നെ 2-3 ആളുകളെ കൊണ്ട് സിനിമ ടിക്കറ്റ് ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ കയറ്റി. അവർക്ക് കാണണ്ടെന്ന് ആഗ്രഹിച്ച് നിസ്കാരത്തിന് വേണ്ടി ഇറങ്ങിയതായിരുന്നു. കൂട്ടുകാരെ കിട്ടിയപ്പോൾ ഒരു സിനിമാ തിയേറ്ററിലെത്തി. നല്ല കാര്യം, ഇരിക്കുക. അല്ല എന്റെ പണി എന്തായിരുന്നു? ഞാനെന്ന് ഓതാൻ പോകുന്ന ഒരു മുത്താലിമിനെ അവന്റെ പഠനത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇബ്ലീസ് ഇരുന്ന കസേരയിൽ നിന്ന് എണീറ്റിട്ട് അവന്റെ കയ്യിൽ ഒരു കിരീടമുണ്ട്, അത് അവന്റെ തലയിൽ വെച്ചിട്ട് പറയും, ഈ കസേരയിൽ കുറച്ചേരം കൂട്ടിയിരിക്കുന്ന ഇയാണ് എന്റെ മോനയ്യ. കള്ളുടിപ്പിച്ചു എന്ന് കേട്ടപ്പോൾ ഇല്ലാത്ത സന്തോഷം, വ്യഭിചരിപ്പിച്ചു എന്ന് കേട്ടപ്പോൾ ഇല്ലാത്ത സന്തോഷം, പെണക്കൊണ്ടാക്കി എന്ന് കേട്ടപ്പോൾ ഇല്ലാത്ത സന്തോഷം, ഇൽമിന്റെ പാതയിൽ നിന്നൊരു കുട്ടിയെ പിന്തിരിപ്പിച്ചു എന്ന് കേട്ടപ്പോൾ ഇബ്ലീസിനുണ്ടാവുകയാ. എന്തുകൊണ്ട്? അതാണ് ഏറ്റവും ഇവന് മുതലെടുപ്പുള്ള പ്രവർത്തനം. ഇവൻ ഉദ്ദേശിച്ചിടത്തേക്ക് ആളെ എത്തിക്കാനുള്ള ഏറ്റവും നല്ല പണി അതാണ്. അങ്ങനെ ആ പണി ഒപ്പിച്ച് അനുയായിക്ക് കിരീടം വെച്ചു കൊടുത്തുകൊണ്ട് തന്റെ കസേരയിൽ അദ്ദേഹത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ ബഹുമാനിച്ചുകൊണ്ട് ഇബ്ലീസ് ഇരുത്തുമെങ്കിൽ എത്രയോ മക്കൾക്ക് ഇൽമ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ വാപ്പാക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് പള്ളി ദർസിലേക്കില്ല, കോളേജുകളിലേക്കില്ല. കോയക്കുട്ടി ഉസ്താദിന്റെ ഓർമ്മയിൽ പ്രസംഗിക്കുമ്പോൾ ഇത് പറയണമല്ലോ. ഓ പ്രിയപ്പെട്ടവര്, കോയക്കുട്ടി ഉസ്താദ് ഒരു ഡോക്ടറായി മാറിയിരുന്നെങ്കിൽ, ഒരു എഞ്ചിനീയറായി മാറിയിരുന്നെങ്കിൽ ഈ പ്രവിശാലമായ പാടത്ത് ട്യൂബലൈറ്റ് കത്തിക്കുമോ? അവരുടെ പേരിൽ ഉറൂസ് കൊണ്ടാടുമോ? ഡോക്ടറാകുന്നത് വിരോധമുള്ള കാര്യമല്ല, എഞ്ചിനീയർ ആകുന്നത് തെറ്റല്ല. പക്ഷെ ഒരു മുത്തല്ലിമിനെ തന്നെയോ അവൻ ഓതിപ്പടിക്കുന്നതിനിടയിൽ എനിക്കൊരു ഡോക്ടറാകാമായിരുന്നു, ഒരു എഞ്ചിനീയർ ആകാമായിരുന്നു എന്ന ചിന്ത വന്നാൽ ഈ ദുനിയാവിൽ ഇൽമിനെ ഏറ്റവും കൂടുതൽ തരം താഴ്ത്തിയത് ആ മുത്തല്ലിമാണ്. ഒരു കിതാബ് ഓതി പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇങ്ങനെ തോന്നാണ്, എനിക്ക് സ്കൂള് കഴിഞ്ഞിട്ട് നേരെ ഡോക്ടർ ആവായിരുന്നു. ഈ സഞ്ചാനിലെ അസലെടുക്കലും അങ്ങോട്ട് തക്കോലിസാലെ ഏറാബും അവാമിലെ ഏറാബും തോഫന്റെ ബെയ്ത്തും അതിന്റെ അടുക്ക് കുറച്ച് ഫിഖും അപ്പൊ പിന്നെ തലയെ കെട്ടും. പുറത്തിറങ്ങാൻ സമ്മതിക്കണമില്ല. ശരിയാണ്, മോൾക്ക് തുണിയും ജമാഅത്തും. എനിക്ക് ആ പാന്റ് എടുത്ത് കുപ്പാക്കിച്ചിട്ടുണ്ടെങ്കിൽ ടൈറ്റിലെ ഡോക്ടർ എന്നൊരു പള്ളി ദർസിൽ പഠിക്കുന്ന മുത്താലിം അറിയാതെ ചിന്തിച്ചാൽ ഈ ദുനിയാവിൽ ഇൽമിനെ ഏറ്റവും തരം താഴ്ത്തിയത് ഇയാണ്. അതിനെ പഠിക്കൂല. അന്ന് നീ എവിടെയുള്ളത്? ഡോക്ടർ എവിടെയുള്ളത്? തൊബീബുൽ ഖൽബാണോ തൊബീബുൽ ജസദാണോ വലിയവൻ? ഡോക്ടർ തൊബീബുൽ ജസദാൻ. ഡോക്ടർ തൊബീബുൽ ജസദാൻ. അത് ചെറിയ കാര്യമല്ല, ഡോക്ടർമാരെ എതിർക്കല്ല, നല്ലവരാണ്. പക്ഷെ തൊബീബുൽ ജസദും തൊബീബുൽ ഖൽബും ഒരുമിച്ച് കൂടിയാൽ ആർക്കാ വില ഉള്ളത്? 1,00,000 ചില്ലാൻ അമ്പിയാക്കൾ വന്നത് മനുഷ്യന്റെ ഖൽബ് ചികിത്സിക്കാൻ വേണ്ടിയാണ്. ആ അമ്പിയാക്കളുടെ അനന്തരക്കാരാണ് ആലിമീങ്ങൾ. അൽ-ഉലമാഉ വറസത്തുൽ അംബിയാ. ഡോക്ടർ അതല്ല, ഡോക്ടർ പെട്ടിക്കൂടി ചികിത്സിക്കുന്ന ആളാണ്. ഒരു തത്തനെ ഇങ്ങനെ കൂട്ടിലാക്കിയിട്ടുണ്ട്. ഈ തത്തനെ പാല് കൊടുത്തിട്ട് വളർത്തുന്ന ആളാണോ ഈ കമ്പിക്ക് പെയിന്റ് അടിക്കുന്ന ആളാണോ ഉഷാറ്? ഒരു തത്തനെ, ഒരു ആട്ടുംകൂട്, 5-6 ആടുണ്ട്, കൂടുണ്ട്. ആ ആട്ടുംകൂടിന്റെ പലക മാറ്റുന്ന ആൾക്കാണോ വീര്യമുള്ളത്? ആടിനെ നോക്കുന്ന, പുല്ലിട്ട് കൊടുത്തിട്ട് നോക്കുന്ന ആൾക്കാ വീര്യമുള്ളത്? പലക മാറ്റുന്ന ആൾക്കാണോ? അല്ലല്ലോ. എന്നാൽ അത് ആട്ടുംകൂടാണ്. ഈ സാധനം ആട്ടുംകൂടാണ്. റൂഹാണ് ആട്. ഈ ബോഡി ബോഗിയാണ്, എഞ്ചിൻ റൂഹാൻ. അവിടെയാണ് മഹാന്മാരായ പണ്ഡിതന്മാർ കൈവെക്കുന്നത്. അതുകൊണ്ട് അവരെ ഓവർടേക്ക് ചെയ്യാൻ ദുനിയാവിലും ആരുമില്ല, പരലോകത്തും ആരുമില്ല. ഇല്ല, നോക്ക്, നാളെ എല്ലാ മഹാന്മാർക്കും മുസ്തഫ നബി ഹൗദുൽ കൗസർ ഇങ്ങനെ കോരിക്കൊടുക്കും. ആ കൂട്ടത്തിൽ നമ്മൾ പെടുത്തട്ടെ. എന്നാൽ കേട്ടോളൂ,
മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദുൽ കൗസർ കോരിക്കൊടുക്കുമ്പോ ഈ ഉമ്മത്തിലെ സമുന്നതരായ പണ്ഡിതന്മാരില്ലേ, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവര്, മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ളവര്, ആ മഹാന്മാര് മുസ്തഫ നബി ചേർത്തിങ്ങ് പിടിക്കുകയാണ്. എന്നിട്ട് അവിടുത്തെ ശറഫാക്കപ്പെട്ട തൃക്കരം കൊണ്ട് ഹൗലുൽ കൗസറിലെ സ്വച്ഛന്തമായ പാനീയം പണ്ഡിതന്മാരെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ നാടന്മാരായ ആബിദീങ്ങൾ സ്വർഗത്തിലേക്കുള്ള ടോക്കൺ പിടിച്ചുകൊണ്ട് കടക്കാൻ കാത്തിരിക്കുമ്പോ റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസറിലുള്ള വെള്ളം കിട്ടിയിട്ടുണ്ട്, പക്ഷേ കോപ്പ കൊണ്ടാണ് കിട്ടിയത്. അങ്ങനെയുള്ള സ്വാലിഹീങ്ങളോ റസൂലുള്ളാഹിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങ് ഞങ്ങൾക്ക് കോപ്പ കൊണ്ട് ഹൗദുൽ കൗസറിൽ വെള്ളം തരുകയോ ഈ മഹാന്മാർക്ക് അവിടുത്തെ കൈകൊണ്ട് മുക്കിക്കൊടുക്കുകയും ചെയ്തില്ലേ, ഞങ്ങൾക്കും അവിടുത്തെ കൈകൊണ്ട് ഹൗദുൽ കൗസർ തരണേ എന്ന് മഹാന്മാരായ ഈ ആബിദീങ്ങൾ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുമ്പോ റസൂലുള്ളാഹിനോട് അങ്ങ് പറയേണ്ട താമസം അള്ളാന്റെ റസൂല് പറയുകയാണ്, നിങ്ങൾ നല്ലവര് തന്നെയാണ്, 5 വക്ത് ഖളാവാദ് നിസ്കരിച്ചവരാ, ജമാഅത്തിൽ കാർക്കശ്യം കാണിച്ചവരാ, സ്വതക്കയിൽ മുന്നിലുള്ളവരാ, അള്ളാഹ്ക്ക് തഖ്വ ചെയ്ത് ജീവിച്ചവരാ, തമ്മാടിത്തരത്തിൽ നിന്ന് മാറി നിന്നവരാ. പക്ഷേ നിങ്ങളൊക്കെ കൃഷിയിലേക്കങ്ങ് തുരിഞ്ഞപ്പോ, കച്ചവടത്തിലേക്കങ്ങ് തുരിഞ്ഞപ്പോ ഇവര് പള്ളിയിലേക്ക് തുരിഞ്ഞവരാണ്, ഖുർആനിലേക്ക് തുരിഞ്ഞവരാണ്, കിതാബിലേക്ക് തുരിഞ്ഞവരാണ്, എന്റെ അനന്തരസ്വത്തായ ഇൽമിനെ വാരാൻ വേണ്ടി സമയം ഉപയോഗപ്പെടുത്തിയവരാണ്. നിങ്ങളൊക്കെ ദുന്യവിയായ മാലിന്റെയും കച്ചവടത്തിന്റെയും പിന്നാലെ സമയം കളഞ്ഞപ്പോൾ ഇവര് കിതാബിന്റെ പിന്നാലെ സമയം ധന്യമാക്കിയവരാണ്. അതുകൊണ്ടാണ് എന്റെ കൈകൊണ്ട് നേരെ ഞാൻ ഹൗദുൽ കൗസർ കൊടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഹൗദുൽ കൗസർ കുടിപ്പിക്കുന്ന സ്ഥലത്ത് വരെ പണ്ഡിതന്റെ നിലയിൽ നിലവോ ഉയർത്തി കാണിക്കുകയാണ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഉറക്കെ ചൊല്ലിക്കോ, ഇസ്രാ മിഅ്റാജിന്റെ മാസമല്ലേ നബിയുനാ മുഹമ്മദ് മുസ്തഫ. വസറൈത ലൈലൽ ലാ യസാലു ബഹീമാ ഫൗഖൽ ബുറാഖി മുസറജം മസ്മൂമാ തർകാ യുസായിറുകൽ അമീനു നദീമാ ഖാലൂ ലിഹദറതി ഖുദ്സിഹി തഖദീമാ സല്ലു അലൈഹി വ സല്ലിമു തസ്ലീമാ. ഒരു രാത്രിയിൽ ബുറാഖിലായി മുന്നേറിയ സഹയാത്രികൻ ജിബ്രീലദാ സഹവാസിയെ അംലാക്കുകൾ അമ്പിയാക്കളും മണി നിന്ന് ആകാശലോക കണ്ടു പൂമാൻ വന്ന് സല്ലു അലൈഹി വ സല്ലിമു തസ്ലീമാ ഇജാഇല കുല്ലി സമാഇ തസഫഫാ റസൂലുൻ അംലാകുൻ വറഅൽ മുസ്തഫാ فيهم إماما قدموه مشرفا صلى بكل خلفه مأموما صلوا عليه وسلموا تسليما. ആരാത്രിയിൽ ഇമാമത്തും വഹിച്ചെന്ന് മഅ്മൂമുകൾ അമ്പിയാക്കളും അണിനിന്നേ അവർക്കുള്ളുമേ മർഹബ പാടിയെന്നേ തിരുമുസ്തഫായില് ആദരങ്ങൾ നേർന്നേ. സല്ലു അലൈഹി വ സല്ലിമു തസ്ലീമാ. മഹാനരായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഓ, ഈ വിശാലമായ പാടുന്ന ഇത്ര ആളുകൾ ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടിയിട്ട് സലാത്തിന് ഇത്ര വീര്യമുള്ള ഒന്ന് ഉറക്കെ മുഹമ്മദ് മുസ്തഫ. ഇപ്പോഴും സ്റ്റേജിൽ നിന്ന് കേൾക്കുന്നുള്ളൂ, അവിടുന്ന് കേൾക്കുന്നില്ല. ഞങ്ങൾ കുറെ അപ്പുറത്ത് പോയിരുന്നിട്ടാണോ എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും എന്നെ കേൾപ്പിക്കാൻ മാത്രം സലാത്തല്ല ഞങ്ങൾക്ക് ബലം ഉണ്ടല്ലോ. ഒന്ന് ഉറക്കെ സലാത്തല്ലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ആലിമീങ്ങളുടെ നിലയും വിലയും ഉയർത്തി കാണിക്കുകയാ പോരാ. നാളെ
അള്ളാഹ് ഇബാദത്ത് ചെയ്ത ആബിദീങ്ങൾ സ്വർഗത്തിലേക്ക് ഇങ്ങനെ പോകുമ്പോ അള്ളാഹ് പറയും തഖദ്ദം തഖദ്ദം തഖദ്ദം. അങ്ങനെ സ്വർഗത്തേക്ക് കടക്കാൻ അള്ളാഹുത്തല ഇങ്ങനെ പറയും കേറിക്കോ എന്ന് പറയും ആബിദീങ്ങളോട്. ഒരു ആലിം വന്നാൽ അള്ളാഹ് പറയും അവിടെ നിൽക്ക്, പോവല്ലേ. നിങ്ങളാണ് പെട്ടെന്ന് സ്വർഗത്ത് പോയാലേ, നിങ്ങൾ വാല് പറയുമ്പോൾ ഇൽമ പ്രചരിപ്പിക്കുന്ന സമയത്ത് നിങ്ങളെ സഹായിച്ച ആ പെണ്ണങ്ങോട്ട് പോകണ്ടാൽ മതി. ഇന്നത് ഇവിടെ ചാടി അവിടെ ശ്രദ്ധിക്കണങ്ങളോ. ഒരു ആലിമിനോട് അള്ളാഹ് പറയും സ്വർഗത്തുകാരൻ അവിടെ വെക്ക്. എല്ലാവരോടും പോകാൻ പറയും ഇയാളോടെ നിൽക്കാം. എന്തേ? നിങ്ങൾ പെട്ടെന്നാണ് കാര്യം, ഞങ്ങൾക്ക് പാല് പറയുന്ന സമയത്ത്, ദർശ നടത്തുന്ന സമയത്ത്, കിതാബ് എന്ന സമയത്തൊക്കെ ദീനി ദേവത്തിന് സഹായിച്ച കുറെ ആൾക്കാരില്ലേ, പാവങ്ങള്, നാടന്മാര്, പക്ക നാടന്മാരല്ലേ, ഓലൊക്കെ ഒന്ന് കൈയുടിച്ചാണ് കൊണ്ടേക്കോളെ, എല്ലോ ഓല ഇവിടെ കൊടുക്കൂലേ, അല്ലാണ്ട് പോയാൽ പറ്റുമോ? ഇഷ്ഫർ ലിമൻ അഹ്ബബ്ത, നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിച്ച ആളുകൾക്കൊക്കെ ഷഫാത്ത് ഇരിക്കും. അപ്പൊ സ്വർഗത്തിന്റെ വാതിൽ വെച്ചിട്ട് ഈ ആലിമ്യങ്ങൾ പറയും ഞാൻ ഒരു ഉദാഹരണം പറയട്ടോ. നമുക്ക് ദർശന സൗകര്യം ചെയ്യുന്ന കുഞ്ഞാപ്പോട്ടി ചേട്ടെ, നമ്മളെ ഖജാൻ ചേട്ടെ. അപ്പൊ ഈ ആലിമ്യങ്ങൾ വിൽക്കനുസരിച്ച് കൊണ്ട് നാടന്മാര്, കമ്മിറ്റിക്കാര്, സ്വാലിഹ്യങ്ങള് ഈ മുദരിസിനൊപ്പം അങ്ങനെ സ്വർഗത്തേക്ക് പോകും. കമ്മിറ്റിക്കാര് മുദരിസ് എന്റെ വക തത്വം മുഹമ്മദ് മുസ്തഫ. ആലിമീങ്ങളെ കെയറോഫിലില്ലാതെ നാടന്മാർക്ക് സ്വർഗമില്ല. കാരണം സ്വർഗ ആലിമീങ്ങൾക്കാണ്. സ്വർഗ ആലിമീങ്ങൾക്കാണ്. ഖുശൂഉള്ള ആളുകൾക്ക് സ്വർഗം കിട്ടും. ആരാണത്? ഖുർആൻ തന്നെ പറയട്ടെ, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. ഈ രണ്ടായത്ത് സംയോജിപ്പിച്ചുകൊണ്ട് ഇമാം റാസി റഹിമഹുല്ലാഹ് ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദാലിക ബഈദിലേക്കുള്ള ഇശാറത്താണ്, തഅലീമിന് വേണ്ടി പറയാം. ആ സ്വർഗത്തിലെ സകല സുഖങ്ങളും സ്വർഗമടക്കം ലിമൻ ഒരുത്തൻ അവകാശപ്പെട്ടതാണ്. ഖശിയ റബ്ബ, അവന് റബ്ബിനെ ഭയപ്പെട്ടവനാണ്. ആരാണത്? ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അത് സത്യത്തിൽ ആലിമീങ്ങൾ മാത്രമാണ്. അപ്പൊ നിങ്ങൾ കുറെ ആൾക്കാർ ഇപ്പൊ ഞെട്ടിയിട്ടുണ്ടാവും, പടച്ചോനെ വാതിലെന്നത് ബാത്തിലായല്ല അല്ലേ, ഞമ്മക്കൊന്നും സ്വർഗമില്ലാതെ. ഞമ്മക്കുണ്ട്. എങ്ങനെയുണ്ട് അറിയോ? അവരെ കെയർ ഓഫിലുണ്ട്. ഒരു ഉദാഹരണം പറയാ. സുലൈമാൻ നബി സ്വർഗത്ത് പോകുമ്പോ സുലൈമാൻ നബിനെ സ്നേഹിച്ച ഒരു മരക്കൊത്തി ഉണ്ട്, ഒപ്പം പോകും. ഈ മരക്കൊത്തി സ്വർഗത്ത് പോണേ സുലൈമാൻ നബിന്റെ കെയർ ഓഫിലാ, വേറെ ഒന്നും മരക്കൊത്തിക്കില്ല. അള്ളാന്റെ റസൂൽ സ്വർഗത്ത് പോകുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിന്റെ കാര്യത്തിൽ ഒരു ഒട്ടകമുണ്ട്, ആ ഒട്ടകം കൂടെ പോകും. ഈ ഒട്ടകത്തിന് ഒരു മഹത്വമുണ്ട്, മുത്തുനബിയുടെ ആളാണ്, വേറെ ഒന്നുമില്ല, അത് മതി. സ്വാലിഹ് നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ പോകുമ്പോ സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ഒട്ടകം പോകുന്നതാണ്. അതാണ് കൈറോഫിൽ പോവുക എന്ന് പറയുന്നത്. നമ്മൾ കണ്ടാൽ എറിയുകയും എറിയാൻ പാടില്ല. എന്നാലും സ്കൂൾ കുട്ടികൾക്ക് എറിയൽ ഹോബിയാണല്ലോ. വാല് നീണ്ട 4 കാലുള്ള നായയില്ലേ, തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണമെന്നത് കട്ടായ മസാലയല്ലേ. ഇങ്ങനെയുള്ളൊരു നായ 7 മഹാന്മാരായ ചെറുപ്പക്കാരെ സ്നേഹിച്ചത് സൂറത്തുൽ കഹ്ഫ് പറയുന്നില്ലേ? ഈ നായ ചെറുപ്പക്കാര് സ്വർഗത്തിൽ പോകുമ്പോ കൂടെ പോകുന്നതാണ്. എന്താണ് നായയുടെ ക്വാളിറ്റി? ഹുബ്ബുൽ ഔലിയാ. കോയക്കുട്ടി ഉസ്താദിന്റെ ഉറൂസിന് വന്ന് വാളുകൾ കൊന്ന പെങ്ങളെ, മുസ്ലിയാരെ, നിങ്ങള് ആലിമീങ്ങൾക്ക് മാത്രമാണ് സ്വർഗമെന്ന് പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിച്ചില്ലേ? അതുകൊണ്ട് നാളത്തെ വാതിൽ ഞങ്ങൾ വരൂല എന്ന് തീരുമാനമെടുക്കണ്ട. സ്വർഗത്തിലേക്ക് യഥാർത്ഥത്തിൽ അവകാശബോധത്തോടെ പടച്ചവന്റെ ഔദാര്യം കൊണ്ട് കടക്കുന്നത് ആലിമീങ്ങളാണ്. എന്നാൽ മറ്റുള്ളവരൊക്കെ പോകുന്നത് ആലിമീങ്ങളെ ഏതെങ്കിലും നിലയില് തോളിലെത്തിയത് കൊണ്ടാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചില മനുഷ്യന്മാരെ നാളെ നരകത്തിലേക്ക് ഇങ്ങനെ തട്ടിക്കൊണ്ടുപോകുമ്പോ അല്ലാഹു ആകുന്ന അർഹമുർ റഹീമീൻ മലക്കുകളോട് ചോദിക്കുന്നു, ശരി, അദ്ദേഹത്തിന്റെ നന്മ തിന്മകൾ തൂക്കിയപ്പോ പ്രശ്നം വന്നതുകൊണ്ടാണല്ലോ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അയാളെ ഏതെങ്കിലും ഒരു ആലിമിനെ സ്നേഹിച്ചിരുന്നോ എന്ന് ചോദിച്ചു നോക്കൂ.
അള്ളാഹ്ക്ക് അറിയാത്തത് കൊണ്ടല്ല. അള്ളാഹുവിന്റെ ഭരണ സംവിധാനം അങ്ങനെയാണ്. ആ സമയത്ത് മലക്കുകൾ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ഈ മനുഷ്യനോട് ചോദിക്കുന്നു, ദുനിയാവിൽ വല്ല ആലിമിനെയും പരിചയമുണ്ടോ? ഈ മനുഷ്യനങ്ങ് പറയുകയാണ്, ഞാൻ വാഴ്ക്കുട്ടി ഉസ്താദിനെ പരിചയമുണ്ട്, അല്ലെങ്കിൽ ചെറുശ്ശേരി ഉസ്താദിനെ പരിചയമുണ്ട്, അല്ലെങ്കിൽ കുമരമ്പത്തൂർ ഉസ്താദിനെ പരിചയമുണ്ട്, അല്ലെങ്കിൽ തൊഴിയൂർ ഉസ്താദിനെ പരിചയമുണ്ട്, അല്ലെങ്കിൽ ശംസുലമയെ പരിചയമുണ്ട്, അല്ലെങ്കിൽ കണ്ണിയത്ത് ഉസ്താദിനെ പരിചയമുണ്ട്, അല്ലെങ്കിൽ ചാപ്പനങ്ങാടി ശൈഖുനെ പരിചയമുണ്ട്, കക്കടിപ്പുറം ശൈഖുനെ പരിചയമുണ്ട്. എനിക്കവരോട് വല്ലാത്ത സ്നേഹമാണ്. ഞാൻ ചില പേരുകൾ ബർക്കത്തിന് വേണ്ടി പറഞ്ഞതാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു പടച്ചവനെ പേടിയുള്ള ആരിഫിന്റെ, ഒരു വലിയന്റെ സൂഫിയുടെ ആമിലായ ആലിമിന്റെ പേരങ്ങ് പറഞ്ഞാൽ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് മലക്കുകളോട് റബ്ബ് പറയുകയാണ്, ആ മനുഷ്യനെ, ആ ആലിമിനെ ബഹുമാനിച്ച് സ്വർഗത്തിൽ കയറ്റിക്കോ. കാരണം ആ ആലിമിനെ പരിചയമുണ്ട്, സ്നേഹമുണ്ടെങ്കിൽ ഇയാളെന്ന് നരകത്തിൽ കടന്ന സ്വർഗത്തിൽ ആ ആലിമിനൊരു സ്വസ്ഥത ഉണ്ടാവൂല. അതുകൊണ്ട് കൂടെ ഈ മനുഷ്യനെയും അങ്ങ് കടത്തിക്കോ എന്ന് റബ്ബ് മലക്കുകളോട് പറയുമേ. ഉമ്മ പഠിപ്പിച്ചത് ഞാനല്ല, നബിയുനാ മുഹമ്മദ് മുസ്തഫ അന്നബി സല്ലല്ലാഹു അലൈഹി സ്വലവാത്തുല്ലാഹി അലൈഹി വയനാലുൽ ബാറക കുല്ലു മൻ സല്ലല്ലാ അലൈഹി വയനാലുൽ ബാറക കുല്ലു മൻ സല്ലല്ലാ അലൈഹി. അല്ലാഹ് 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 നബിയുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മക്കളിൽ ആരെങ്കിലും ആലിമായാൽ സുബ്ഹാനല്ലാഹ്, മക്കളുടെ റെക്കമെൻഡ് കൊണ്ട് മാതാപിതാക്കള് സ്വർഗത്തിൽ തന്നെ. ഞാൻ മൂന്നാമത്തൊരു നാലാമത്തൊരു മഹാന്റെയും പേര് പറയാ. അതും ഈ മാസത്തിൽ ഇവിടെ പറഞ്ഞ മഹാനാണ്. റിയാദുസ് സ്വാലിഹീൻ എന്ന് പറയുന്ന കിതാബില്ലേ, അദ്കാർ എന്ന് പറയുന്ന കിതാബില്ലേ, ശർഹ് മുസ്ലിം എന്ന് പറയുന്ന കിതാബില്ലേ, ശർഹ് മുഅദ്ദബ് എന്ന് പറയുന്ന കിതാബില്ലേ, അസംഖ്യം കനപ്പെട്ട ഗ്രന്ഥങ്ങളുടെ രചയിതാവായ അബൂ സക്കരിയ യഹ്യ ഇബ്നു ശറഫ് നവവി റബ്ബേ, ഉസ്താദിന്റെ ഉറൂസിൽ ഈ മാസം വഫാത്തായ ചില മഹാന്മാരെ പേര് പാവപ്പെട്ട മുത്തഅല്ലിം പറഞ്ഞതാണ്. അവരെ ബർക്കത്ത് കൊണ്ട് നാഫിയായ ഇൽമ നൽകണേ അല്ലാഹ്. ഉസ്താദിന്റെ ബർക്കത്ത് കൊണ്ട് ഈ സദസ്സ് കബൂലാക്കണേ റബ്ബേ. പഴയ കാലത്ത് 40 50 ദിവസങ്ങളില് തുടർച്ചയായി മലയാളക്കരയിൽ വാല് പറഞ്ഞിരുന്ന മഹാനായ ഉസ്താദിന്റെ ബർക്കത്ത് കൊണ്ട് ദീർഘകാലം ഇത്യാദോടെ വാല് പറയാൻ അവസരം ദാ റബ്ബേ. ദഅവത്തിനുള്ള റിഫഅത്തും ഇസ്സത്തും ഖുവ്വത്തും ഹിമ്മത്തും താഖത്തും മഹബ്ബത്തും നൽകണേ തമ്പുരാനെ. നിന്റെ മാർഗത്തിലുള്ള മുഹിബ്ബീങ്ങളെ തരണേ അല്ലാഹ്. എന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, ഇന്ന് ഞാൻ 4 ലക്ഷം വെച്ചതിൽ പ്രത്യേകിച്ച് നിങ്ങളാണ്. കാരണം എന്നോട് നൂറ് ഫൈസി ഉസ്താദും ബഷീർ ഫൈസി ഉസ്താദും ഒക്കെ പറഞ്ഞു, എന്റെ പ്രിയങ്കരനായ കൂട്ടുകാരൻ ഖാദിർ ഫൈസി പറഞ്ഞു, ഇന്ന് നിങ്ങൾ പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് വേണ്ടിയുള്ളൊരു വാള് പറഞ്ഞാൽ മതി എന്ന്. അതാണ് ഞാൻ ആയത്തിന്റെ ആഴങ്ങളിലേക്ക് കടക്കാത്തത്, ഹദീസുകളുടെ നമ്പർ പിറക്കാത്തത്. നിങ്ങൾക്ക് വേണ്ടിയുള്ളൊരു അവതരണമാണ് ഞാൻ നടത്തുന്നത്. ഇതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, മക്കളിൽ ഒരാളെങ്കിലും ആലിമാക്കിക്കോ. മഹാനായ ഇമാം മഹാനായ നബവി റളിയല്ലാഹു തആല ദർസ് നടത്തുമ്പോ ആയിരക്കണക്കിന് ആലിമീങ്ങൾ തന്റെ അടുത്ത് വന്നുകൊണ്ട് ഓതി പഠിക്കുമ്പോ അവര് കിതാബ് എഴുതാൻ വേണ്ടി ഇരുന്നാൽ പാമ്പുകളെ പോലെയുള്ള ഇഴജന്തുക്കളെ പോലും അവരുടെ അരിവില്ലെന്ന് ബറക്കത്തിന് വേണ്ടി ഭക്ഷണങ്ങൾ വാങ്ങിക്കൊണ്ടുപോയിരുന്നു എന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തുകയാ. കിതാബ് എഴുതുന്നതിനിടയിൽ വിളക്ക് അണഞ്ഞപ്പോ തന്റെ കയ്യിന്റെ വിരലങ്ങ് പ്രകാശിക്കുന്ന കറാമത്തിന്റെ ഉടമയായ ഇമാം നവവി, ഔലിയാക്കളിൽ കുത്തുബ് സ്ഥാനത്തെത്തിയ ഇമാം നവവി
ദർസ് നടത്തുന്ന സമയത്ത് വീട്ടിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് മാതാപിതാക്കൾ ചർച്ച ചെയ്യുകയാണ്. നമ്മുടെ മകൻ വലിയ ആലിമാണ്, വലിയ മുദരിസാണ്, ആയിരങ്ങളായ ആലിമീങ്ങൾക്ക് ദർസ് നടത്തുന്ന പണ്ഡിതനാണ്. നമ്മൾ അങ്ങനെയുള്ള പണ്ഡിതന്മാരായില്ല, നമുക്കങ്ങനെയുള്ള പാണ്ഡിത്യമില്ല. പക്ഷെ നമ്മുടെ മകനല്ലേ, ഇവനങ്ങ് നാളെ ആഖിറത്തിലെത്തിയാൽ ഇൽമിന്റെ ബഹുമാനം കൊണ്ട്, തഖ്വയുടെ പവർ കൊണ്ട്, തദ്രീസിന്റെ പവർ കൊണ്ട്, തൗലീഫിന്റെ ബറക്കത്ത് കൊണ്ട് നാളെ സ്വർഗീയ ലോകത്ത് ഉന്നതമായ സ്ഥാനത്ത് എത്തുമ്പോ മാതാപിതാക്കളായ നമ്മൾ എവിടെയാ എന്ന് ആശങ്കയിലായി വാപ്പയുമ്മയും ചർച്ച ചെയ്യുന്നത്. നബവി റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികില് പഠിക്കുന്ന മുതഅല്ലിമെന്ന് കേട്ടപ്പോ ഉസ്താദിന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് വീട്ടിൽ വെച്ചുകൊണ്ട് വാപ്പയുമ്മയോ അങ്ങയെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഞാൻ കേട്ടു. നബവി റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, എന്താണ് അവർ പറഞ്ഞത് മോനെ? ഉസ്താദ് ഒരു വലിയ പണ്ഡിതനാ, വലിയ മുദരിസാ, വലിയ മുഅല്ലിഫാ, വലിയ മുഹഖിഖാ, വലിയ മുദഖിഖാ. നേരെ മറിച്ച് വാപ്പയ്ക്കും ഉമ്മയ്ക്കും അങ്ങനെയുള്ള ഇൽമില്ലല്ലോ. ആ സമയത്ത് നാളെ ആഖിറത്തില് മുസ്തഫ നബിയുടെ കൂടെയായി ഉസ്താദങ്ങ് സ്വർഗത്തിലെത്തിയാൽ എന്റെ അവസ്ഥ എന്താണ്? എന്റെ മോനെന്നെ ശ്രദ്ധിക്കുമോ എന്ന് പരിതപിക്കുന്ന ഉമ്മയാണ് കേട്ടത് എന്ന് നബവി റളിയല്ലാഹു തആല അൻഹുവിനോട് തന്റെ പ്രിയ ശിഷ്യൻ ഉമ്മയുടെ സംസാരം കേട്ടത് പറഞ്ഞപ്പോ ദർസ് നടത്താനിരിക്കുന്ന ഇമാം നബവി കരഞ്ഞുകൊണ്ട് നീക്കുകയാ. നേരെ ഉമ്മാന്റെ അരികിൽ പോയിട്ട് പൊന്നുമ്മാനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നു, ഉമ്മ എന്റെ സ്വർഗം ഈ കാലിന്റെ താഴെയാണ്. ഉമ്മ ഞാനങ്ങയുടെ മകനല്ലേ, നാളെ പടച്ചവന് സ്വർഗത്തിന്റെ ടോക്കൺ തന്നിട്ട് എന്നോടങ്ങ് കയറാന് പറഞ്ഞ ഞാൻ ഉമ്മയെ തറയും. ഉമ്മ ഞാൻ റബ്ബിനോട് പറയും, റബ്ബേ എന്റെ സ്വർഗം ഉമ്മാന്റെ കാലിന്റെ ചുവട്ടിലല്ലേ, എന്റെ ഉമ്മാനെ കാണുന്നില്ല എന്ന് റബ്ബിനോട് പറഞ്ഞ് നിങ്ങളെ കയ്യിൽ കിട്ടിയിട്ടല്ലാതെ ഞാൻ സ്വർഗത്തിൽ കയറൂല എന്ന് ഉമ്മയോട് പറഞ്ഞ അബൂ സക്കരിയ യഹ്യ ഇബ്നു ശറഫുൻ നബവി റളിയല്ലാഹു തആല അൻഹു വഫാത്തായ മാസമാണെന്ന് മറക്കണ്ട ഉമ്മ, മറക്കണ്ട പെങ്ങളെ. എന്തിനാണ് ഞാനിത് പറഞ്ഞത്? നിങ്ങൾക്ക് 10 മക്കളെ റബ്ബ് തന്നില്ലേ, ഒരാളെ നിങ്ങൾ ആലിമാക്കിയോ, ഹാഫിളാക്കിയോ, മുതഅല്ലിമാക്കിയോ? നിങ്ങൾക്ക് 3 മക്കളുണ്ട്. ഒരാൾ എഞ്ചിനീയർ ആണെന്ന് വിട്ടു, ഒരാൾ പോലീസുകാരനാണ്, ഒരാൾ ഡോക്ടറാണ്. 4 മക്കളുണ്ട്. ഒരാൾ ആലിമോന്ന് വിട്ട. 4 ആള്. ഒന്ന് എഞ്ചിനീയർ, ഡോക്ടർ, പോലീസുകാരൻ, ആലിം. വാപ്പ അങ്ങോട്ട് മരിച്ചു. 4 ആളുകൾ എന്താ ചെയ്യുന്നല്ലോ? ഡോക്ടർ നേരെ വന്നിട്ട് ചെക്കപ്പ് ചെയ്തിട്ട് മരിച്ചിക്കണമെന്നൊന്ന് ഉറപ്പിക്കും. ഖലാസ് മരിച്ചിക്കണോ. എഞ്ചിനീയർ കുറച്ച് കൂടുതൽ വണ്ടി തന്നെ വലിയ മുതലാളിയൊക്കെ ആണെങ്കിൽ വണ്ടിക്കാർക്ക് നിർത്താൻ സൗകര്യം ചേർക്കും. ആ മാരുതി അങ്ങോട്ട്, ഈ ഇന്നോവ അങ്ങോട്ട്, മറ്റങ്ങോട്ട് തന്നെ പോലീസുകാർ വന്നിട്ടൊക്കെ ചെയ്യും അല്ലേ. എഞ്ചിനീയർ ആണെങ്കിലോ മയ്യത്ത് ഒളിപ്പിക്കാനുള്ള സ്ഥലം സൗകര്യം ചെയ്തു. ഖലാസ്. ഇന്ന് ആലിമാവുന്നല്ല, ആലിം നേരെ എന്നിട്ട് മയ്യത്തിൽ എന്നിട്ട് ഖുർആൻ എടുത്തിട്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം യാസീൻ എന്നിട്ട് ഖുർആൻ നോത്തോളൂ. ആരെക്കൊണ്ടാ വലിയ ഉപകാരം കിട്ടിയത്? ആരെക്കൊണ്ടാ വലിയ ഉപകാരം കിട്ടിയത്? അത് മരിച്ചാലേ തിരിയുള്ളൂ. ഇപ്പൊ തിരിയില്ല, മരിച്ചാലേ തീരുള്ളൂ. എന്താ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താ? മലപ്പുറം ജില്ലയിൽ ഒരാൾ മരിച്ചപ്പോഴേ 3 കുട്ടികൾ, ആളെ മൂത്ത മോന് മഹല്ല് സെക്രട്ടറി വാപ്പ മരിച്ചത് അറിയിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ മൊബൈൽ എടുത്തില്ല. കാരണം കള്ളുടിച്ച് വരുമ്പോൾ മൊബൈലൊക്കെ കയ്യിൽ നിന്ന് വീണിട്ട് ഇയാൾ ഇങ്ങനെ ബോധമില്ലാതെ കിടക്കുകയാണ്. കള്ളുടിച്ച് വരുമ്പോൾ ഇയാൾ വീണിട്ട് പാടത്ത് കിടക്കുകയാണ്, മൊബൈലൊന്നും കയ്യിലില്ല. അവിടേക്കാണ് വാപ്പ മരിച്ചത് വിളിക്കണേ. നിങ്ങൾ ചിന്തിച്ച് നോക്കി, വാപ്പ മരിച്ചത് വിളിച്ചു പറഞ്ഞപ്പോൾ മോന് മൊബൈൽ എടുക്കണില്ല, കള്ളുടിച്ച് വരുമ്പോൾ വീണ് പോയതാണ്. രണ്ടാമത്തോനെ വിളിച്ചു. അപ്പോൾ ഓനിങ്ങനെ എറണാകുളത്തെ ലോഡ്ജിലാണ്. കാരണം പ്രേമിച്ച പെൺകുട്ടിനെ വേലി അടിച്ചുകൊണ്ടായതാണ്.
ഓലമ്മിൽ ലോഡ്ജിൽ ഇങ്ങനെ പാർക്കുമ്പോഴാ വാപ്പ മരിച്ചത് വിളിച്ചു പറയണേ. അതിൽ ഇവൻ പറഞ്ഞു നിങ്ങൾ കാത്തുങ്ങണ്ട് നിങ്ങൾ മയ്യത്തെടുത്തോളിന്ന്. അങ്ങനെ ഓല അവിടെ എത്തിയിട്ട് അവരെ ഹവാരിക്കുല്ലാതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഇയാൾ വെള്ളത്തിലിട്ട് കുമ്പളങ്ങ മാതിരിയാവും. അപ്പോൾ അവിടുന്ന് ലോഡ്ജിൻ്റെ ഇജാസത്ത് കൊടുക്കണം, ഇന്നെ കാത്തുങ്ങണ്ട് നിങ്ങൾ എടുത്തോളി, കാരണം അവർ ചെയ്യണ്ടെന്ന് അറിയാം. മൂന്നാമത്തവനെ വിളിച്ചു. അപ്പോൾ അവൻ്റെ വർത്താനൊന്നും ശരിയാണില്ല. അവൻ പറഞ്ഞു ഞാൻ ആസ്പത്രിയിലാണ്. എന്താ കാരണം? പൂരപ്പറമ്പ് പോയിട്ട് അടി ഉണ്ടാക്കിയിട്ട് മൂക്കിൻ്റെ പാലം പൊട്ടിയതാണ്. ആൾക്കാർ ആംബുലൻസിൽ ആശുപത്രി കൊണ്ടുപോയി തട്ടിയതാണ്. അപ്പോനും ഗ്ലൂക്കോസ് എത്തിയിട്ട് ഇങ്ങനെ കിടക്കുമ്പോഴാണ് ആരോ ഞാൻ ആസ്പത്രിയിലാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഇയാൾ കവറിനടിക്ക് താന്നാൽ കിടക്കാൻ എന്ത് സുഖം ഉണ്ടാകുക? ഒരാൾ കള്ളുടിച്ചെടുക്കുക, ഒരാൾ ലോഡ്ജിൽ, ഒരാൾ ആശുപത്രിയിലും. ഇനി ഒരു സുഖമായിട്ട് കിടക്കണ്ടപ്പോൾ അവിടെ ആര് കിടക്കണേൽ എന്തെങ്കിലും ഉണ്ടാവും? മലക്കുകൾ ഹദിയെ കൊണ്ടുവരാനായിട്ട് ഒരു വിഭാഗം മലക്കുകൾ ഉണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. ആ മലക്കൾക്ക് പണി ഇതാണ്. ഇതാ നിങ്ങളെ മൂത്ത മോന് രാവിലെ ഓതിയ യാസീന പിടിച്ചോളി. ഇത് ഉച്ചക്ക് നിങ്ങളെ മരോൾ ഓതിയ തബാറക്കാണ് പിടിച്ചോളി. ഇത് നിങ്ങളെ പേരിൽ ഇപ്പൊ നാരിയ സലാത്തും ദ്വാക്കടന്നീന്ന് അതിൻ്റെയാണ് പിടിച്ചോളി എന്ന് പറഞ്ഞിട്ട് സ്വാലിഹ്യങ്ങളായ ആളുകൾക്ക് ഖബറിലേക്ക് ഹദി എത്തിക്കാനായിട്ട് മലക്കുകൾ ഉണ്ടെന്ന് മുഹമ്മദ് നബി. നേരെ തിരിച്ചുകൊണ്ട് ഖബറിൽ ഇങ്ങനെ ഇടുങ്ങി കിടക്കുമ്പോൾ മലക്കുകൾ എന്നിട്ട് തലക്കൊരു മുട്ട്. ഇത് രാവിലെ മോൻ ട്രൗസർ ഇട്ടിട്ട് നിസ്കരിക്കാതെ പുറത്തിറങ്ങിയിട്ട് അതുകൊണ്ട് ഉച്ചക്ക് വാരന് വന്നിട്ടൊരു കുത്ത്. നിങ്ങളെ 2 മക്കൾ ഇപ്പൊ സിനിമാ തിയേറ്ററിലാണ് പിടിച്ചോ, 2 കുത്ത്, 2 ഉണ്ട്. ഇവിടുത്തെ വിവരം അവിടെ എങ്ങനെ കിട്ടിക്കൊടുക്കും? നിങ്ങൾ ചിന്തിക്കുക, പോയി കിടക്കുമ്പോൾ എങ്ങനെ വേണ്ടത് ചിന്തിക്കുക. ബുദ്ധിയുള്ള മനുഷ്യന്മാരെ അതാലോ ചെയ്യേണ്ടത്. ഒരു ജീവിതം ഉണ്ടെന്ന് ഉറപ്പല്ലോ, ഇന്നല്ലെങ്കിൽ നാളെ മരിക്കുന്ന ഉറപ്പാണ്. ഇവിടെ ആകെ 3 ദിവസം ഉള്ളത്. ഇന്നലെ, ഇന്ന്, നാളെ. ഇന്നലെ കഴിഞ്ഞു, ഇന്ന് ഇത്ര കിട്ടി, നാളത്തെ ഒന്നും പറയാൻ പറ്റൂല. ഉറപ്പല്ലേ? ഇന്നലത്തെ കഴിഞ്ഞു മഫ്കൂദ്, ഇന്നത്തെ മഷ്ഹൂദ്, നാളത്തെ മൗറൂദ്. മഷ്ഹൂദ് ഇത്ര കിട്ടി, മൗറൂദ് കിട്ടുമെന്ന് അറിയില്ല. പിന്നുള്ളതാണ് മൗഊദ്, അതിനറ്റല്ല. ഇതിങ്ങനെ ഒരു പാലം കയറുക. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ അല്ലദീ ഖലഖൽ മൗത. ഇത് മൗത്താണ്. വൽ ഹയാത്ത, ഹയാത്ത് വരാൻ പോണത്. ഇത് മൗത്താണ്. ഇത് ജീവച്ഛവമാണ്, ചലിക്കുന്ന മൃതദേഹങ്ങളാണ്. ഇവിടെ ജീവിതമില്ല, ജീവിതം ഇനി വരുന്നതാണ്. അവിടേക്ക് വേണ്ടി ഒരുങ്ങുന്നവനല്ലേ ബുദ്ധിയുള്ള ആള്. ഒരുങ്ങിയില്ലേ മഹാനായ കോയക്കുട്ടി സാർ. അതിന്റെ പൗരാണ്ടങ്ങൾ ബഹുമാനപ്പെട്ടവർ കോയക്കുട്ടി സാറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് വലിയ അത്ഭുതം, വലിയ അഭിമാനമാണ്. ഏകദേശം 8-9 വയസ്സിൽ ഇൽമിലേക്കാണ്ട് കടന്നു. 19ാമത്തെ വയസ്സിൽ വെല്ലൂരിലെത്തിക്കണം. 19ാമത്തെ വയസ്സിൽ വെല്ലൂരിലെത്തിക്കണം. വെല്ലൂരിൽ എത്തിയെന്ന് തന്നെ ബിരുദം വാങ്ങാൻ വേണ്ടി എത്തിക്കണമെന്ന്. എന്താണ് അവരുടെ മഹത്വം? അവര് തന്റെ ഉസ്താദിന്റെ അടുത്ത് ഓതുകയാണ്. താടി മീശില്ല. കിതാബൊക്കെ കോളേജ് പോലുള്ള കിതാബൊക്കെ പോയി തീർന്നു. അപ്പൊ അന്ന് അവിടുത്തെ ഉസ്താദ് ഓക്കെ ഉസ്താദായിരുന്നു. ഉസ്താദ് പറഞ്ഞു, താടി മീശി വന്നിട്ട് കോളേജിൽ പോയാൽ മതി, തൽക്കാലം ദർശനത്തിൽ പോകാം. താടി മീശയില്ലാതെ കോളേജിൽ പോയാൽ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞാല് ചെറിയ കുട്ടികളുടെ ഇടയില്. അപ്പൊ താടി മീശയൊക്കെ വന്നിട്ട് കോളേജിൽ പോയാൽ മതി, തൽക്കാലം എന്ത് ചെയ്യോ ഇയാണ് ദർശനത്തിൽ കൊടുക്കുക. അപ്പൊ കോയക്കുട്ടി ഉസ്താദ് ഉസ്താദിനോട് ചോദിച്ചു, ദർശനം എടുത്തുമ്പോ ഖുതുബ ഓതേണ്ടി വരില്ലേ? ഞാൻ ഈ ചെറിയ പയ്യനെ മിമ്പറിന്റെ മേലെ കയറിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ ആൾക്കാരുടെ ഇടയിൽ ഞാൻ വഷളാവൂലേ? അപ്പൊ ഓക്കെ സാറിനെ എന്നെ ദുന്യാവിലെ ആഖിറത്തിൽ അല്ലാഹ് വഷളാക്കൂല എന്ന് പറഞ്ഞു. അതാണ് സർട്ടിഫിക്കറ്റ്. മുത്തലിമീങ്ങളൊക്കെ മനസ്സിലായിക്കോളി. ഈ കക്ഷത്ത് ചുറ്റി വെക്കണല്ല സർട്ടിഫിക്കറ്റ്, ഉസ്താമാരെ ഗുരുത്താണ്. ഗുരുത്തല്ലാതെ എത്ര സർട്ടിഫിക്കറ്റുകൾ അതിന്റെ മേലെ തലയിട്ടാലും ദുന്യാവ് കുട്ടിലാകും. ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് കേട്ട് പിടിച്ചോളൂ, ഗുരുത്താൻ. സൂറത്തുൽ ലുഖ്മാൻ ഖുർആനിൽ കടന്നുകൂടിയില്ല മഹാൻ. കറുത്തൊരു നീഗ്രോ പയ്യനാണ്, കറുകറുത്തൊരു മനുഷ്യൻ. കാണാൻ ഭംഗിയുണ്ടായിട്ട് ഖുർആനിൽ കയറിയതല്ല, തടി ഉണ്ടായിട്ട് കയറിയല്ല, പണം ഉണ്ടായിട്ട് കയറിയതല്ല. ബാപ്പാന്റെ ഉസ്താദിന്റെ ഗുരുത്താണ്. ലുഖ്മാൻ റളിയല്ലാഹു അൻഹു ഉസ്താദിന്റെ അടുത്ത് ഓതുന്ന കാലത്ത് വാപ്പാക്ക് ഖിദ്മത്ത് ചെയ്യും. ഉസ്താദിനോട് സമ്മതം ചോദിച്ചിട്ട് വാപ്പാന്റെ അടുത്ത് പോകും. ഒരിക്കൽ പറഞ്ഞു, ഞാൻ വാപ്പാക്ക് ഒരു ഗ്ലാസ് പാൽ കൊടുത്താണ് വെച്ചു. എന്റെ വാപ്പാക്ക് പാലെല്ലാം ഇഷ്ടമാണല്ലോ. ഒരു പാത്രം പാലേറ്റ് പോയി. വാപ്പ ഉറങ്ങി. അപ്പൊ മഹാനവറുകൾ ഇങ്ങനെ നിന്നു. ഉണത്തുന്നത് മര്യാദക്കേട്, പാൽ കൊടുക്കാതെ പോണോ മര്യാദക്കേട്. കുടുങ്ങിയില്ലേ? ഉണത്തുന്നത് മര്യാദക്കേട്, പാൽ കൊടുക്കാതെ പോണോ മര്യാദക്കേട്. ഉണർത്താൻ പറ്റൂല, വാപ്പല്ലേ. പാൽ കൊടുക്കാൻ പോയാലോ? പാൽ കൊടുക്കാൻ പറ്റില്ലല്ലോ. ആ നിപ്പ് അങ്ങോട്ട് സുമിയേരേ എന്നുള്ളു. ഉണത്തിയതുമില്ല, പാൽ കൊടുത്തില്ല, ആ നിപ്പാണ്ട് നിന്നു. വാപ്പ ഒന്ന് നോക്കുമ്പോ മോന് പാൽപാത്രമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ രംഗം. ഇതൊക്കെയാണ് ഇൽമ്. നിങ്ങളെ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും കിട്ടൂല. നിങ്ങൾ കാണിച്ചത്
ഏതെങ്കിലും ഒരു ഭൗതിക കലാലയത്തിൽ വാപ്പിയും ആരാന്ന് പഠിപ്പിക്കുന്നുണ്ടോ? ഒന്ന് കാണിച്ചു നിങ്ങൾ. കൈൻ്റെ ഉള്ളിൽ നിന്ന് വെളുത്ത രോമാണ്ട് കുറച്ചേരാം. അതുകൊണ്ടല്ലോ കുട്ടികൾ സ്കൂളിൽ സമരം നടത്തും, മദ്രസയിൽ സമരം നടത്തൂലല്ലോ. അവിടുത്തെ പൊന്നാനിയിൽ മാഷന്മാരൊക്കെ കൂടി പൂട്ടിയിട്ടിട്ട് കുട്ടികൾ പുറത്തുനിന്ന് മുദ്രാവാക്യം വിളിച്ചു. എന്നാ നിങ്ങൾ കേട്ടുക്കണോ? മദ്രസയിലെ സാധാരണ പൂട്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കണോ? കേട്ടുക്കണോ? പള്ളിയിലെ ഹത്തീവിനെ പൂട്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കണോ? കേട്ടുക്കണോ? ഇല്ല. രണ്ടു രണ്ട് ഇൽമാണ്. പക്ഷെ ഇന്നൊക്കെ ഉണ്ടിട്ടോ, ഇന്നൊക്കെ ആകെ ചെതറി മാറി പോയതുകൊണ്ട് ഇന്ന് പല കളിയും കളിക്കേണ്ടത് വേറെ. പള്ളിൻ്റെ ഉള്ളിൽ ഫുട്ബോൾ വരെ കളിക്കുന്നുണ്ട്, പടക്കം പൊട്ടിക്കണൊക്കെ ഉണ്ട്, അത് വേറെ. പക്ഷെ അടുത്ത കാലത്ത് വരെ ഉണ്ടായിരുന്നോ? ഇന്നും വ്യാപകമായിട്ടുണ്ടോ? ഇല്ലല്ലോ. മഹാനവറുകള് പാൽപാത്രം പിടിച്ചിട്ട് ഒറ്റ നിപ്പാ. വാപ്പ ഉണന്നോക്കുമ്പോ ഈ കുട്ടി ഇങ്ങനെ പാൽപാത്രം പിടിച്ചിക്ക. വാപ്പ വെച്ച് എന്തേ പറഞ്ഞു, ഇത് വാപ്പക്ക് പാലാണെന്നാണ്. വാപ്പ കുടിച്ചു നോക്കുമ്പോ തൈരായിട്ടുണ്ട്, സമയം കൂടിയിട്ട്. പാൽപാത്രമായിട്ടാണ് പിടിച്ചിരുന്നത്. ഉണന്ന് വാപ്പ ചുണ്ടും വെച്ച് നോക്കുമ്പോ പാലൊന്നല്ല, തൈരാണ്. പാല് തൈരാവണ വരെ വാപ്പാക്ക് വേണ്ടി കാലനക്കാതെ അതബോടെ നിന്നു മഹാനായ ലുക്മാൻ റളിയല്ലാഹു അൻഹു. അതില് വാപ്പ തലമ കഴിച്ചിട്ട് പറഞ്ഞു, പടച്ചോനെ ഈ കുട്ടിനെ ഉയർത്തണേ റബ്ബേ. അതാണ് ഖുർആനിൽ കയറിയത്. ഗുരുത്ത മക്കളെ, ബഹുമാനപ്പെട്ട ശൈഖുന കോയക്കുട്ടി ഉസ്താദ് കണ്ണീത്ത് ഉസ്താദിന്റെ കൂടെ ഒരൊറ്റപ്പെടുത്താണ് കൂടി. സർട്ടിഫിക്കറ്റ് അതാണ്. കണ്ണീത്ത് ഉസ്താദ് പോണോടത്തൊക്കെ ബഹുമാനപ്പെട്ടവർ. കണ്ണീത്ത് ഉസ്താദ് ദർസ് എടുത്തിട്ട് വാഴക്കാട്ട് പോയാലും ഉസ്താദ് ബാഗ് മുടിച്ചിട്ട് ആനക്കരക്കല്ല, കണ്ണീത്ത് ഉസ്താദിന് കൂടെ അങ്ങോട്ട് പോകും. അങ്ങനെ ഉസ്താദ് കണ്ണീത്ത് ഉസ്താദിന്റെ പേരിൽ ഒരാളായി. ആനക്കര മറന്നുപോയി. എപ്പോഴെങ്കിലും ഒന്ന് വന്ന് കണ്ണീത്ത് ഉസ്താദിന്റെ അടുത്തേക്ക് ആളുകൾ ഫത്വക്ക് വരുമ്പോ കോയക്കുട്ടി ഉസ്താദ് അങ്ങനെ എഴുതി കൊടുക്കും. അങ്ങനെ കണ്ണീത്ത് ഉസ്താദ് പറഞ്ഞ ഫത്വകളും മറുപടിയൊക്കെ അങ്ങനെ പഠിച്ചു വെക്കും. അങ്ങനെ കണ്ണീത്ത് ഉസ്താദ് തലമ കൈ വെച്ചതാണ് കോയക്കുട്ടി ഉസ്താദ് സമസ്തന്റെ പ്രസിഡന്റ് ആയത്. ഒരു ഗുരുത്താണ്, എല്ലാം ഗുരുത്താണ്. മഹാനായ ഉമർ ഖാദി റഹിമഹുല്ലാഹ്, അല്ലാഹു അവർക്ക് ദർജ ഉയർത്തി കൊടുക്കട്ടെ. മഖ്ദൂം ഞങ്ങൾ അടുത്ത് ഓതി പഠിക്കുന്ന സമയത്ത് രണ്ടുപേരിങ്ങനെ വരുമ്പോ ഒരു വീട്ടിലേക്ക് കയറേണ്ട അവസ്ഥ. മഖ്ദൂം ഞങ്ങള് ഒരു ചർച്ചക്ക്, ഒരു മസല ചർച്ചക്ക് വേണ്ടി ആ വീട്ടിലേക്ക് കയറിയപ്പോ ഉമർ ഖാദിനോട് പറഞ്ഞു, കുട്ടി വിടക്കുന്നത്. മഖ്ദൂം ഞങ്ങൾ അങ്ങോട്ട് കയറി. ചർച്ച ഇങ്ങനെ കുറയാണ്ട് വിശദമായിട്ട് ഒരുപാട് നീണ്ടുപോയി. അപ്പോ അർദ്ധരാത്രി ആയപ്പോ വീട്ടുകാരൻ പറഞ്ഞു, കുടുംബക്കാരനാണ്, ഇനി ഉസ്താദിന് ഇവിടെ കിടന്നിട്ട് താജുവിന്റെ സമയത്ത് നീച്ചിട്ടാണ്ട് പോയാൽ പോരെ, ഇവിടെ സൗകര്യം ഉണ്ടല്ലോ, ഇവിടെ കിടക്കാന്ന് പറഞ്ഞു. മഖ്ദൂം ഞങ്ങളാണെങ്കിൽ ഉമർ ഖാദിനെ പുറത്തിരുത്തിയ മറന്നുകൊണ്ട് ആ വീട്ടിലാണ് കിടന്നത്. കുട്ടിനെ പുറത്തിരുത്തിയ മറന്നും ചെയ്തു. ഉമർ ഖാദിനോട് ഉസ്താദ് പറഞ്ഞു ഇവിടെ നിൽക്കാനാണ്. കുട്ടി ഒരൊറ്റ നിപ്പാണ്, അനങ്ങില്ല. ഉസ്താദ് ഉറങ്ങി നീച്ച് താജുവിന് വേണ്ടി എണീറ്റ് ഒതുക്കാൻ വേണ്ടിയിട്ട് പുറത്തു വന്നപ്പോ ഒരു കുട്ടിന്റെ ഇരുട്ടത്ത് ഇങ്ങനെ തണുപ്പ് കൊണ്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നു. മറന്നിക്കണം. ഉമർ ഖാദി കുട്ടി നിൽക്കണൊക്കെ മറന്നിക്കണം. അതാരാ? ഞാൻ ഉമറാണ് ഉസ്താദ്. എന്താ ഇവിടെ? അല്ല ഉസ്താദ് എന്നാലും എന്നോട് ഇവിടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞാണല്ലോ. അപ്പൊ ഞാൻ കാലനക്കാതെ നിന്നാണ്. അപ്പോഴാണ് അടുത്തേക്ക് വിളിച്ചിട്ട് തലമ കഴിച്ചിട്ട് പറഞ്ഞത്, അള്ളാഹുവേ ഈ കുട്ടിനെ നല്ല ആക്കണം, ഉന്നതനാക്കണേ. അതിലാണ് ഉയർന്നത്. അതേറ്റാ റൗദയിൽ പോയത്. അങ്ങനെയാണ് പൂട്ട് പൊട്ടിച്ചത്. അല്ലാതെ ഡിഗ്രി അല്ല. ഡിഗ്രി ഒക്കെ ഉണ്ടായിക്കൊള്ളൊക്കെ നല്ല, അത് വാല. പക്ഷെ തലയില്ലാതെ വാലയിട്ട് കിടക്കണം. തല ഗുരുത്താണ്. ഗുരുത്തം തലയില്ലാത്ത വാല കൊണ്ടൊരു കാര്യമില്ല. കുറെ അക്ഷരങ്ങൾ ഇങ്ങനെ വിഴുങ്ങിച്ച് ഛർദ്ദിച്ചിട്ട് കാര്യമില്ല. കുറെ മലയാളം അറബി ആയിട്ട് കാര്യമില്ല. അറബി ഇംഗ്ലീഷ് ആക്കിയിട്ട് കാര്യമില്ല. ഗുരുത്തമാകുന്ന അസലും ചരടും മരടും കയ്യിലുണ്ടാവും. അതാണ് ദീന്. യൂണിഫോം മാത്രമല്ല ദീന്, അത് ടെക്സ്റ്റൈൽസ് ആണ്. ഗുരുത്തല്ലാത്ത യൂണിഫോം ടെക്സ്റ്റൈൽസ് ആണ്. ഗുരുത്തത്തോടുള്ള യൂണിഫോം അത് ഇസ്ലാമിന്റെ ചിഹ്നമാണ്. ഇത് എല്ലാ മുത്താലിമീങ്ങളും വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണമെന്ന് ഈ സമയത്ത് ഞാൻ പറയാണ്. അല്ലാഹു തആല മാതാപിതാക്കളുടെയും ഉസ്താദുമാരുടെയും ഗുരുത്തപുരുത്തമുള്ള മക്കളും ശിഷ്യന്മാരുമായി നമ്മൾ മാറ്റട്ടെ. നമ്മുടെ മക്കൾക്കും ശിഷ്യന്മാർക്കും അല്ലാഹു ഗുരുത്തപുരുത്തത്തിലായി അവരെയും വളർത്തട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ദീർഘിപ്പിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. ബഹുമാനപ്പെട്ട ഉസ്താദ് 20ാമത്തെ വയസ്സിൽ സുബ്ഹാനല്ലാഹ് ഒരു മഹാന്റെ ഓർമ്മ നിങ്ങൾ നോക്കൂ. കാലിന്റെ ചുവപ്പ് മാറുന്നതിന്റെ മുമ്പേ, മുഖത്ത് രോമം മുളക്കുന്നതിന്റെ മുമ്പേ പള്ളി ദർസിലേക്ക് ആകൃഷ്ടനാവുകയും കിതാബോധി പഠിക്കുകയോ, എന്നിട്ട് 20 വയസ്സ് ആകുമ്പോഴേക്ക് ബിരുദം നേടിയിട്ട് പുറത്തിറങ്ങുകയും ചെയ്ത മഹാൻ 40 ചില്ലാനും കൊല്ലം അതാ ഇടതറവില്ലാതെ ദർസ് നടത്തിയില്ലേ. എത്രയോ സ്ഥലങ്ങളിൽ എന്റെ നാടായ വാണിയന്നൂരിൽ
11 കൊല്ലം ദർസ് നടത്തി, കൊടുങ്ങിയിൽ 12 കൊല്ലം ദർസ് നടത്തി, താനത്തൂരിൽ 6 കൊല്ലം ദർസ് നടത്തി, പൊന്മുണ്ടത്ത് 4-5 കൊല്ലം ദർസ് നടത്തി. എത്രയോ സ്ഥലങ്ങളിൽ ആയിരങ്ങളായ ശിഷ്യന്മാരെ വാർത്തെടുത്തു. പിന്നെയും വിശ്രമിച്ചില്ല. മഹാനായ വരക്കുളിപ്പാപ്പ സ്ഥാപിച്ച സമസ്ത എന്ന കറാമത്തിന്റെ പ്രസ്ഥാനത്തിന്റെ അമരത്തിരുന്നുകൊണ്ട് ഈ സമൂഹത്തെ സമുദ്ധരിച്ചില്ലോ, നിയന്ത്രിച്ചില്ലേ? പോരാ, ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ എന്ന് പറയുന്ന മഹാനായ വലിയന്റെ പിൻഗാമിയായി അവരുടെ ദിക്റാൽക്കയെയും സദസ്സുകളെയും ഖലീഫയായി നിയന്ത്രിച്ചില്ലേ മഹാനായ കോയക്കുട്ടി ഉസ്താദ്? അവസാനം ചെയ്യുന്നതിനായി കിടക്കുമ്പോ പ്രിയപ്പെട്ടവരെ, അത്തിപ്പഴം തന്നെയാണ് സത്യം. എന്താണ് ഇവിടെ അത്തിപ്പഴത്തെ കൊണ്ടുവരാനുള്ള കാരണം? അത് മനുഷ്യന് വല്ലാത്ത ഉപകാരം ചെയ്യുന്ന പഴമാണ്. ആദം അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് കനിരുന്നപ്പോ, ആദം അലൈഹിസ്സലാമിന്റെ ഉടുവസ്ത്രം അഴിയാറായപ്പോ ആദം അലൈഹിസ്സലാം ഔറത്ത് മറച്ചത് അത്തിമരത്തിന്റെ ഇല കൊണ്ടാണ്. ആദം അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ അത്തിപ്പഴത്തിന്റെ മരത്തിന്റെ ഒരു ഇല എടുത്തുകൊണ്ടാണ് വന്നത്. ആദം അലൈഹിസ്സലാം ദുനിയാവിലേക്ക് ഇറങ്ങിയപ്പോ കാട്ടിലുള്ള മാനുകളതാ അല്ലാഹുവിന്റെ പൊരുത്തമുള്ളൊരു മഹാനാണെന്ന് മനസ്സിലായപ്പോ ആദം അലൈഹിസ്സലാമിന്റെ ചാരത്തെത്തുകയാണ്. ആ മാനുകൾ എത്തിയത് ബറക്കത്തെടുക്കാനാണ്. ആ സമയത്ത് തന്റെ കയ്യിലുള്ള അത്തിമരത്തിന്റെ ഇല കൊണ്ട് മാനുകളെ തലോടുകയാണ്. ആദം അലൈഹിസ്സലാമിന്റെ തലോടലേറ്റ മാനുകളൊക്കെ കാട്ടിലെ സൗന്ദര്യത്തിന്റെ റാണികളായി മാറുകയാണ്. അങ്ങനെയാണ് മാൻപേടക്ക് സൗന്ദര്യമുണ്ടായത്. ചില മാനുകൾക്കതാ ആ ഇലയിൽ നിന്നൊരൽപ്പം ആദം അലൈഹിസ്സലാം ബർക്കത്തിന് വേണ്ടി കൊടുക്കുന്നു. അത് കഴിച്ച മുഴുവൻ മാനുകളും കസ്തൂരി മാനുകൾ തന്നെ. ഭംഗിയുടെ നിറകുടങ്ങളായ കസ്തൂരി വഹിച്ച ഈ മാനുകള് തിരിച്ചവരുടെ കൂട്ടുകാരിലേക്ക് അങ്ങ് എത്തിയപ്പോ അവരെങ്ങനെ ചർച്ച ചെയ്തു? എങ്ങനെയാ നിങ്ങൾക്ക് ഈ ഭംഗി കിട്ടിയത്? എങ്ങനെയാ നിങ്ങൾക്ക് കസ്തൂരി കിട്ടിയത്? അപ്പോൾ ആ മാനുകൾ പറഞ്ഞു, അല്ലാഹുവിന്റെ പൊരുത്തമുള്ളൊരു മഹാനായ മനുഷ്യനെ സ്വർഗത്തിൽ നിന്ന് ദുനിയാവിലേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അരികിൽ പോയപ്പോൾ ബർക്കത്തിന് വേണ്ടി ഞങ്ങൾക്ക് കിട്ടിയതാണ് എന്നീ മാനുകളോട്, ഈ മാനുകൾ മറ്റുള്ള മാനുകളോട് അങ്ങ് പറഞ്ഞപ്പോ ഇവിടെ എത്താത്ത മാനുകളല്ല, ഭംഗി കിട്ടാൻ, കസ്തൂരി കിട്ടാൻ ആദം അലൈഹിസ്സലാമിന്റെ അരികിലേക്ക് ഓടുകയാണ്. ആദം അലൈഹിസ്സലാം ആ മാനുകളെയും തലോടുകയാണ്. ആദം അലൈഹിസ്സലാമിന്റെ കൈ തട്ടിയിട്ട് ആ മാനുകൾക്ക് ഭംഗി ഉണ്ടാവുകയാണ്, കസ്തൂരി ഉണ്ടായില്ല. അങ്ങനെയാണ് കസ്തൂരി മാനും കസ്തൂരി ഇല്ലാത്ത മാനും വേർതിരിയുന്നത്. ആ സമയത്ത് ആദം അലൈഹിസ്സലാമിനോട് ഭംഗി കിട്ടിയ കസ്തൂരി ഇല്ലാത്ത ഈ മാനുകൾ ചോദിച്ചു, ഞങ്ങളുടെ ഒരുപാട് സുഹൃത്തുക്കൾ വന്നപ്പോ നിങ്ങളുടെ കാര്യം തട്ടിയിട്ട്, നിങ്ങളുടെ വിശുദ്ധമായ കരം തട്ടിയിട്ട് അവർക്ക് കസ്തൂരി ഉണ്ടാവുള്ളൂ, ഞങ്ങൾക്ക് കസ്തൂരി ഇല്ലല്ലോ. ആ സമയത്തുമായി ആദം അലൈഹിസ്സലാം പറഞ്ഞു, അവര് വന്നത് പടച്ചവന്റെ പൊരുത്തത്തിനാണ് എന്നെ സമീപിച്ചത്, അതുകൊണ്ട് പടച്ചവന് കസ്തൂരി കൊടുത്തതാണ്. നിങ്ങൾ എന്നെ സമീപിച്ചത് പടച്ചവന്റെ പൊരുത്തത്തിനല്ല, നിങ്ങൾക്ക് കസ്തൂരി കിട്ടണമെന്ന ആഗ്രഹത്തിലാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്കത് കിട്ടാതിരുന്നത്. ഇങ്ങനെ ഒരു വലിയ സംഭവത്തിന് അത്തിപ്പഴവുമായി ബന്ധമുള്ളത് കൊണ്ടാണ് അത്തിമരത്തെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്യുന്നത്. സൈത്തൂനും മനുഷ്യന് ഏറ്റവും ഉപകാരമുള്ളൊരു പഴമാണ്. അമ്പിയാക്കളുടെ പാദങ്ങളേറ്റ സ്ഥലത്ത് മുളച്ചതാണ്. മൂന്നാമത് പടച്ചവൻ പറയട്ടെ, വഹാദൽ ബലദിൽ അമീൻ,
എല്ലാ മുസീബത്തുകളിൽ നിന്നോ അദാക്കളിൽ നിന്നോ ഫിത്നകളിൽ നിന്നോ പൂർണ്ണമായ നിർഭയത്വമുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മസ്ഥലമല്ലേ മക്ക. ആ വിശുദ്ധമായ മക്കയും പിടിച്ചുകൊണ്ട് സത്യം ചെയ്തില്ലോ. എന്നിട്ട് പടച്ചവൻ പറയുന്നത് എന്താ? ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. നിങ്ങളെ കസ്മിന്റെ ജവാബ് ഇതാണ്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ആകാര ഭംഗി ഉത്കൃഷ്ടമായ അവസ്ഥയിലാണ്, ഉദാത്തമായ മാതൃകയിലാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചത്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. മനുഷ്യനേക്കാൾ ഭംഗിയുള്ള രൂപം ഈ ലോകത്തില്ല. അബൂ ഹനീഫ റളിയല്ലാഹുവിന്റെ കാലത്ത് ഒരു മസല തർക്കമുണ്ടായി. ഒരാൾ അദ്ദേഹത്തിന്റെ ഭാര്യനോട് പറഞ്ഞു, ഇന്ന് രാത്രി എന്റെ മുമ്പിൽ അമ്പിളിയേക്കാൾ ചമഞ്ഞിട്ടില്ലെങ്കിൽ, അമ്പിളിയേക്കാൾ ഭംഗിയിൽ നിന്നിട്ടില്ലെങ്കിൽ നിന്റെ തൊലാക്ക് പോയി. കുടുങ്ങിയില്ലേ? ഇന്ന് രാത്രി എന്റെ മുമ്പിൽ വരേണ്ടത് അമ്പിളിയേക്കാൾ ഭംഗിയുള്ള അവസ്ഥയിലാണ്, അല്ലെങ്കിൽ എന്റെ തൊലാക്ക് പോയില്ല. എങ്ങനെ ചമഞ്ഞാലൊരു പെണ്ണ് നമ്മൾ സാഹിത്യത്തിലേക്ക് അമ്പിളിയാണ്, പൂത്തിരിയാണ്, നക്ഷത്രം എന്ന് പറയാന്നല്ലാതെ ഇത് ആയി കിട്ടൂലല്ലോ. പാട്ടിലൊക്കെ ഉള്ളത് കളവല്ലേ? പാട്ടിലൊക്കെ ചർച്ചയിൽപ്പെട്ടൊരു പെണ്ണിനെ ദുനിയാവിൽ മൊത്തം മഷിയിട്ടേറിഞ്ഞാൽ കാണുമോ? മുമ്പൊരു പാട്ടുണ്ടായിരുന്നു, സുക്കൂർ സുന്ദരനാന്നറിയണം. ഞാൻ കുറെ നോക്കി, കണ്ട സുക്കൂർമാരൊന്നും സൗന്ദര്യാത്ത. അത് പാട്ടിറങ്ങിയതിനു ശേഷം മൂക്കൂർ വന്നാണോ എന്നറിയില്ല. പിന്നെ ഇറങ്ങുന്ന സുക്കൂർമാർക്കൊന്നും സൗന്ദര്യം ഉണ്ടായി. അങ്ങനെ പാട്ടിലുള്ളതും പുറത്തുള്ളതും രണ്ടല്ലേ. അപ്പോ ഇത് അമ്പിളി നക്ഷത്രം എന്നൊക്കെ പറഞ്ഞാൽ ആളെ കിട്ടൂലല്ലോ. കുറെ തെരഞ്ഞു. അപ്പൊ ഈ പെണ്ണിങ്ങനെ ഇന്ദിച്ചു, എന്താ ചെയ്യാ? തൊലാക്ക് പോവാണ്. നാട്ടിലുള്ള ആലിമ്യങ്ങളോടൊക്കെ വീട് അറിയിച്ചു. ആലിമ്യങ്ങളൊക്കെ പറഞ്ഞു, ഇന്ന് നേരം വെളുക്കണതിന് മുമ്പായിട്ട് ഭാര്യ അന്നെ വേണ്ടാവും. ആ സമയത്ത് അബൂ ഹനീഫ റളിയല്ലാഹു പറഞ്ഞു, അങ്ങനെ പറയാനായിട്ടില്ല. ഒരു പെണ്ണും ആവില്ല, അന്യ പെണ്ണാവില്ല, ഭാര്യനാവുള്ളൂ. എന്താ വെച്ച് നിങ്ങൾ ഖുർആനിൽ കണ്ടിട്ടില്ലേ? ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. എന്താ അതിന്റെ തഫ്സീർ എന്ന് വെച്ചു? ഈ ലോകത്തെ ഏറ്റവും ഭംഗിയുള്ള രൂപം അത് മനുഷ്യനാണ്. അമ്പിളിയല്ല, സൂര്യനല്ല, മഴവില്ലല്ല, ആകാശമല്ല, ഭൂമിയല്ല, പക്ഷികളല്ല, പറവകളല്ല, മരങ്ങളല്ല. ഈ ലോകത്തെ ഏറ്റവും ഭംഗി അത് മനുഷ്യനാ. അപ്പൊ അവളുള്ള ഭംഗിയിട്ട് ഇങ്ങനെ വന്നാ മതി. അതന്നെയാണ്, അന്യ പെണ്ണൊന്നും ആവില്ല. അതുകൊണ്ട് അന്യ പെണ്ണായില്ല. ബഹുമാനപ്പെട്ടവർക്ക് അങ്ങനെ വലിയൊരു കഴിവുണ്ടായിരുന്നു. കുശാഗ്ര ബുദ്ധിയായിരുന്നു, വലിയ കഴിവായിരുന്നു. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. എന്നിട്ട് അല്ലാഹു പറയാണ്, സുമ്മട്ടിട്ടാ പറഞ്ഞത്. സുമ്മ എന്ന് പറഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ മുത്താലിങ്ങൾക്ക് അറിയാം, ദിക്രിയ സുമ്മുണ്ട്. അത്ഫിന്റെ സുമ്മയാണെങ്കിൽ വാവിട്ട് പറഞ്ഞാൽ ജാനി സെയ്ദുൻ വഅംറുൻ. ആരും എപ്പോഴും വരാം, സെയ്ദ് ആദ്യം വരാം, അംറ ആദ്യം വരാം. ജാനി സെയ്ദുൻ ഫഅംറു. സെയ്ദ് വന്നാൽ ഉടനെ അംറു വരണം. ജാനി സെയ്ദുൻ സുമ്മ അംറുൻ. സെയ്ദ് വന്ന് കുറച്ച് കഴിഞ്ഞിട്ട് അംറു വരാൻ പാടുള്ളൂ. അങ്ങനെ ഭാഷ നിയമം. സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. മനുഷ്യനെ ഉത്തമമായ രൂപത്തിലും ഭംഗിയിലുമാണ് നമ്മൾ സൃഷ്ടിച്ചത്. പിന്നെ പ്രായക്കായാൽ റദദ്നാഹു അസ്ഫല സാഫിലീൻ, അധമരിൽ അധമനായി നമ്മൾ അവനെ മടക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ പ്രായാധിക്യ ക്ഷീണത്തിൽ അങ്ങ് വന്നാൽ പിന്നെ ചെവിട് കേൾക്കൂല, കണ്ണ് കാണൂല, ചന്നിയായി. ഇതാണ് പറഞ്ഞത്. എന്നിട്ട് ഖുർആൻ ഇസ്തസ്ന ചെയ്തു. അതിന് പുറപ്പെടിച്ചിട്ട് പറഞ്ഞ ഒരു അത്ഭുതം ഉണ്ട്. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി. ഈമാനുള്ളവരും സ്വാലിഹായ പ്രവർത്തനങ്ങൾ ചെയ്തവരും ഒഴിച്ച്. എന്താ ഓൽക്ക് വയസ്സാവൂലേ? ഞാൻ ഈ ഒരു സന്ദേശം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചു. ഓൽക്ക് എന്താ വയസ്സാവൂലേ? ഇവിടെ ഖുർആൻ പറഞ്ഞത് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. പിന്നെ ഓല് പ്രായമുള്ളവരാവും, മരിച്ചിട്ടില്ലെങ്കിൽ പ്രായമുള്ളവരാവും, കണ്ണ് കാണാത്ത, ചെവിട് കേൾക്കാത്ത, ബുദ്ധിക്ക് ചെറിയ മങ്ങലേറ്റ ആളുകളായി മാറും. പക്ഷേ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്. അവിടെയാണ് കോയക്കുട്ടി ഉസ്താദിനെ നാം ഓർക്കുന്നത്. അവിടെയാണ് മഹാന്മാരായ പണ്ഡിതന്മാരെ നാം ഓർക്കുന്നത്. അവർക്ക് വയസ്സാകൂല, കണ്ണിന് കാഴ്ച മങ്ങൂല, ചെവിടിന്റെ കേൾവി പോകൂല എന്നൊന്നുമല്ല അതിന്റെ അർത്ഥം. മറിച്ചോ ആരോഗ്യമുള്ള, ശേഷിയുള്ള, ക്ഷേമശയുള്ള സമയത്ത് അവര് ഇൽമ പഠിച്ചാൽ, അമല് ചെയ്താൽ, ദർസ് നടത്തിയാൽ, കിതാബ് എഴുതിയാൽ, വാള് പറഞ്ഞാൽ,
പിന്നെ പറയാൻ കഴിയാത്ത സമയം വന്ന് വീട്ടിലങ്ങ് ക്ഷീണിതനായിരിക്കുമ്പോ മഹാനായ ശൈഖുനാ ഉസ്താദ് ഇരുന്നതുപോലെ മലയാളക്കരയിൽ 1 മാസമൊക്കെ തുടർച്ചയായി വാള് പറഞ്ഞിരുന്ന കാലമില്ലേ. ക്ഷീണമായപ്പോൾ അത് 10 ദിവസമായി ചുരുങ്ങിയില്ല. പിന്നെയും ക്ഷീണമായപ്പോൾ 5 ദിവസമായി മാറിയില്ല. പിന്നെയും ക്ഷീണമായപ്പോൾ 3 ദിവസമായി ഒതുങ്ങിയില്ല. പിന്നെയും ക്ഷീണമായപ്പോൾ ഓരോ ദിവസം മാത്രം ഏറ്റെടുത്തില്ല. പിന്നെ വാളിൽ നിന്ന് മാറിയിട്ട് ദുആയിൽ മാത്രം ഒതുങ്ങിയില്ല. പിന്നെ അതിനും കഴിയാതെ സുബ്ഹാനല്ലാഹ് പകലൊക്കെ തന്റെ മുമ്പിൽ വന്നിരിക്കുന്ന 100 കണക്കിന് മുതഅല്ലിമീങ്ങൾക്ക് ബുഖാരി ഓതി കൊടുക്കുമ്പോ, ബൈദാവി ഓതി കൊടുക്കുമ്പോ, മിഷ്കാത്ത് ചൊല്ലിക്കൊടുക്കുമ്പോ, മന്ദക്കിന്റെ കിതാബ് ഓതി കൊടുക്കുമ്പോ, മആനി ഓതി കൊടുക്കുമ്പോ, നഹ്വ് പറഞ്ഞു കൊടുക്കുമ്പോ, ഇത്തികാഫിന്റെ നിയ്യത്തോടെ പകൽ സമയത്തൊക്കെ പള്ളിയിൽ ദർസാടും. രാത്രിയായാൽ വിശാലമായ വാലുകളിൽ, വിശാലമായ പാടങ്ങളില്, വിശാലമായ സദസ്സുകളില് വാല് തന്നെ. അങ്ങനെ കാലങ്ങളേറെ ഖുദ്മത്തിലായി കഴിഞ്ഞ വീട്ടിലതാ അവസാനം വാല് പറയാൻ കഴിയാതെ, സമ്മേളനത്തിന് പോകാൻ കഴിയാതെ ക്ഷീണിതനായിരിക്കുമ്പോ അല്ലാഹു പറയട്ടെ, ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം ഇല്ലല്ലദീന ആമനൂ ആരോഗ്യമുള്ള സമയത്ത് ദൃഢമായ വിശ്വാസത്തോടെ സ്വാലിഹായ അമലുകളിലായി നിരതരായ മനുഷ്യരില്ലേ, അവരുടെ ആരോഗ്യമങ്ങ് പോയാൽ, ദർസ് നടത്താൻ കഴിയാതെ വന്നാൽ, വാളിന് പറ്റാതെ വന്നാൽ, അവർക്ക് വാള് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ കൂലി, ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ കൂലി അല്ലാഹു നൽകുന്നതാണ് എന്നാണ് ആയത്തിന്റെ പൊരുൾ എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു. അതിൽ ഞാൻ എണ്ണി പറഞ്ഞ പണ്ഡിതന്മാരുടെ പേരങ്ങ് മാറ്റിവച്ചാൽ മറ്റുള്ളതൊക്കെ ഇമാം റാസി പറഞ്ഞതാണ്, ഇസ്മായിൽ ഹഖി പറഞ്ഞതാണ്, ഇബ്നു കസീർ റഹിമഹുല്ലാ പറഞ്ഞതാണ്, ഇമാം തബരി പറഞ്ഞതാണ്. അല്ലാഹുവേ, അവരുടെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെ കാക്കണേ റബ്ബേ. ഇനിയും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ മറ്റൊരു തഫ്സീർ കേട്ടോളൂ, മറ്റൊരു തഫ്സീർ കേട്ടോളൂ. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഏറ്റവും ആകാര ഭംഗിയുള്ള അവസ്ഥയിലാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചത്. സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. പിന്നീട് അവനെ ഞാൻ പന്നികളായി, നായകളുടെ രൂപമാക്കി, പന്നികളുടെ രൂപമാക്കി, കുരങ്ങന്മാരെ രൂപമാക്കി നരകത്തിലേക്ക് വലിച്ചെറിയുന്നതാ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എന്താണ് കുരങ്ങിന്റെ രൂപമാക്കിയത്? ഒരു മനുഷ്യനങ്ങ് കബറിൽ പോയി കടന്നാൽ തന്നെ അവന്റെ ശരീരത്തില് എന്റെ വാളുകൾക്കുന്ന ഉമ്മ പെങ്ങളെ, ഇന്ന് രാത്രിയിൽ നിങ്ങൾ വാള് കേൾക്കാനുണ്ട്, ഇന്നലെയും നിങ്ങൾ വാള് കേൾക്കാനുണ്ട്. ഇന്ന് ഈ പാവപ്പെട്ട മുതഅല്ലിമിന്റെ വാള് കേട്ട് വീട്ടിലങ്ങ് കിടന്ന സുബഹിയാകുമോ ഉറപ്പിക്കാൻ പറ്റൂല. ഓ പ്രിയപ്പെട്ട കാരണവന്മാരെ, നേരം വെളുക്കുമോ പറയാൻ പറ്റൂല. ചെറുപ്പക്കാരെ, എപ്പോഴാണ് അറ്റാക്ക് വരിക, ആക്സിഡന്റ് വരിക, മരണദൂതുമായി അസ്രായിൽ കടന്നു വരിക പറയാൻ പറ്റൂല. അങ്ങനെ ഖബറിലേക്ക് എത്തിയാൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ചില മനുഷ്യന്മാർ 99 പാമ്പുകളങ്ങ് ചുറ്റുന്നതാണ്. മഹാന്മാരായ ആരിഫീങ്ങൾ അതിന്റെ പൊരുൾ പറയുകയാണ്, ഈ 99 പാമ്പിന്റെ രഹസ്യം, ഈ സകല പാമ്പുകളുടെയും സ്വഭാവം അവനുണ്ടായിരുന്നു.
പന്നികളുടെ സ്വഭാവവുമായി നടക്കുന്നവരില്ലേ? പാതിരാവിൽ കുരങ്ങുകളുടെ സ്വഭാവമായി നടക്കുന്നവരില്ലേ? അതാ നായ്ക്കളുടെ സ്വഭാവമായി ബഹളമയമായ അന്തരീക്ഷത്തില് ചവറുകളായി കഞ്ചാവ് വലിച്ചു നടക്കുന്നവരില്ലേ? ഇന്നാലില്ല കത്തിക്കാളുന്ന ഭീകരമായ നരകജ്വാലയില് നാളാതാ പന്നികളായി രൂപം മാറ്റുന്നു, നായക്കളായി രൂപം മാറ്റുന്നു, കുരങ്ങുകളായി രൂപം മാറ്റുന്നു. സുമ്മറതനാഹു അസ്ഫല സാഫിലൂ إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون. പക്ഷേ ദൃഢമായ ഈമാനോടുകൂടെ 5 വക്ത് നിസ്കാരം മിസ്സാകാതെ പരമാവധി സുന്നത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട് ഈമാനോട് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ച ഉമ്മയില്ലേ, പെങ്ങളില്ലേ, ചെറുപ്പക്കാരില്ലേ, അവർക്ക് മുറിക്കപ്പെടാത്ത പ്രതിഫലമാണ്. വയസ്സായാലും നിസ്കരിക്കുന്നതിന്റെ പ്രതിഫലമാ. അതാ ആരോഗ്യമുള്ള സമയത്ത് ദുഹാ നിസ്കരിച്ചവന്, ആരോഗ്യമുള്ള സമയത്ത് തഹജ്ജുദ് നിസ്കരിച്ചവള്, ആരോഗ്യമുള്ള സമയത്ത് തിങ്കളും വ്യാഴം സുന്നത്ത് നോമ്പെടുത്തവര്, ആരോഗ്യമുള്ള സമയത്ത് വാലിന് പോയവര്, ആരോഗ്യമുള്ള സമയത്ത് പടച്ചവന്റെ ദീനിന് വേണ്ടി നോട്ടീസ് ഒട്ടിച്ചവര്. നിങ്ങൾക്ക് നടക്കാൻ കഴിയാതെ വന്നാൽ, നോട്ടീസ് ഒട്ടിക്കാൻ കഴിയാതെ വന്നാൽ, വാലിന് പോകാൻ കഴിയാതെ വന്നാൽ, തഹജ്ജുദിന് എണീക്കുമ്പോ തല കറങ്ങുന്നതായാൽ, ആരോഗ്യമുള്ള സമയത്ത് തഹജ്ജുദ് നിസ്കരിച്ചവരില്ലേ, ആരോഗ്യമുള്ള സമയത്ത് ദുആ നിസ്കരിച്ചവരില്ലേ, പിന്നീട് അങ്ങ് ആരോഗ്യം നഷ്ടപ്പെട്ട നിങ്ങൾ ദുആ നിസ്കരിച്ചിട്ടില്ലെങ്കിലോ തഹജ്ജുദ് നിസ്കരിച്ചിട്ടില്ലെങ്കിലോ നിസ്കരിച്ചതിന്റെ പ്രതിഫലം തന്നെ എന്നാണ് ആയത്തിന്റെ അർത്ഥമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയാ. എന്ന് മാത്രമല്ല, ഒരു മുഅ്മിനായ മനുഷ്യനങ്ങ് മരിച്ചാൽ അവന്റെ നന്മയും തിന്മകളും എഴുതാൻ നിയോഗിക്കപ്പെട്ട മലക്കുകളോ അവൻ മരിച്ചതോടുകൂടി പടച്ചവനോട് പറയുകയാ, സർവശക്തനായ അല്ലാഹ്, ഏതൊരു ശരീരത്തിന്റെ ചാർജ ഞങ്ങൾ ഏൽപ്പിച്ചിരുന്നതെങ്കിലോ ആ ശരീരം ഖബറിലാണല്ലോ അല്ലാഹ്, ഇനി ഞങ്ങൾ അങ്ങോട്ട് കയറട്ടെ അല്ലാഹ്. അദ്ദേഹം ഖബറിലാണല്ലോ, ഞങ്ങൾ ആകാശത്ത് കയറട്ടെ എന്ന് ചോദിക്കും. അപ്പൊ അള്ളാഹ് പറയും, ഇവിടെ ആകാശത്ത് ഇപ്പൊ നിങ്ങളെ ആവശ്യമൊന്നുമില്ല, ഇവിടെ അല്ലെങ്കിൽ തന്നെ ഒരുപാട് മലക്കുകളുണ്ട്, അപ്പൊ നിങ്ങൾക്ക് കയറിയിരിക്കാൻ സ്ഥലമൊന്നുമില്ല. അപ്പൊ ഓരോരും ഞങ്ങൾ എന്താ കാട്ടണേ, നിങ്ങൾ അവിടെ തന്നെ നോളി, ഞങ്ങൾക്ക് ഞാളില്ലല്ലോ, ഞങ്ങളാള് ഖബറിലെത്തിയില്ലേ. അപ്പൊ അള്ളാഹ് പറയും, എന്നൊരു കാര്യം ചെയ്യും, അദ്ദേഹത്തിന്റെ ഖബറിന് പോയിട്ട് അദ്ദേഹത്തിന് വേണ്ടി ദിക്ർ ചൊല്ലിയിട്ട് ദ്വാരുന്നോളി എന്ന് പറയും. അപ്പൊ ഈ 2 മലക്കുകൾ ആ മുഅ്മിനായ മയ്യിത്ത് ഖബറടക്കപ്പെട്ടാൽ ആ ഖബറിന്റെ മേലെ നിന്നിട്ട് അദ്ദേഹത്തിന് വേണ്ടി ദ്വാരിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ എന്ന ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാർ രേഖപ്പെടുത്തിയത് കാണാം. അല്ലാഹു ഈ സൗഭാഗ്യം നമുക്ക് നൽകട്ടെ. ഒന്നാമീൻ പറയാം, അല്ലാഹു ഈ സൗഭാഗ്യം നൽകട്ടെ. ഒന്നും കൂടെ പറയാം, അല്ലാഹു ഈ സൗഭാഗ്യം നമുക്ക് നൽകട്ടെ. പടച്ച അല്ലാഹ് എന്ന ബോധത്തിൽ വായ്കുടിസാനെ ദ്വാങ്ങൾ ശ്രദ്ധിക്കണോ? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, അവിടെ എങ്ങനെ ദ്വാർക്കും, ക്യാൻസറിന്റെ കാര്യം ദ്വാർക്കും, ഉസ്താദ് കാര്യമില്ല. കുറെ ആളുകൾ അറ്റാക്കിന്റെ കാര്യം വരെണ്ടാവും, അവർക്ക് ദ്വാരം കൊടുക്കും, മനസ്സറിഞ്ഞ് ദ്വാർക്കും. പക്ഷെ അപ്പോഴും ഉസ്താദ് തൊണ്ടൊക്കെ ഇടറുന്നല്ലാതെ കരയിലില്ല. ഉസ്താദ് അങ്ങോട്ട് കുട്ടിയാകും ഒരു സ്ഥലം എത്തിയാൽ. എവിടെ എത്തിയാലോ ഞങ്ങൾ ഹാക്കിബത്ത് നന്നാക്കണേ അല്ലാഹ് നന്നാ, ഉസ്താദ് അങ്ങോട്ട് പുറത്തം വിടും, സദസ്യരെ അങ്ങോട്ട് പുറത്തം അല്ലേ, കഥ വെച്ചാലേ ആക്കിബത്തിന്റെ കാര്യം കണ്ട് പറഞ്ഞ ഉസ്താദ് അങ്ങോട്ട് പുറത്തം വിടും, സദസ്യരും പുറത്തം വിടും. പിന്നെ ഉസ്താദ് ഒരു കുട്ടിയാവില്ല, പിന്നെ കോയക്കുട്ടി ഉസ്താദ് എന്നല്ല, ഉസ്താദ് ഒരു കുട്ടിയാവും. എന്നിട്ടാണ്ട് പറയും, അടിയങ്ങളെ കാക്കണേ അല്ലാഹ്. ആ ദുആ അങ്ങക്ക് ഓർമ്മല്ലേ? അടിയങ്ങളെ കാക്കണേ അല്ലാഹ്. ആ താടി നീണ്ട വയോവൃദ്ധനായ സൂഫിയായ പണ്ഡിതനങ്ങ് ദുആ ചെയ്യുമ്പോ ആമീൻ പറയുന്ന കാരണവന്മാരുടെ കണ്ണങ്ങ് കലങ്ങുകയാ. എന്തേ? അത് മഹാന്മാരെ സ്വഭാവമാണ്. ഞാൻ ഒന്നുകൂടി അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഓർക്കുകയാണ്. മഹാനായ അബൂ ഹനീഫ ഒരിക്കൽ വാള് പറയാൻ വേണ്ടി സദസ്സിലേക്ക് വരുമ്പോ അവരുടെ കൈ പിടിക്കാൻ വേണ്ടി ഒരു ചെറിയ കുട്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. തിരക്കിനിടയിൽ അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു ആ കുട്ടിയുടെ കാലിലൊന്ന് ചവിട്ടുകയാണ്. അറിയാതെ ചവിട്ടിയതാണ്, കാൽമ ചവിട്ടിയതല്ല. തിരക്കാണ്. ആർക്കാ പറയാ, കാൽമ ടയർ, വണ്ടിന്റെ ടയർ വരെ കയറലുണ്ട്. തിരക്കാ എന്താ ചെയ്യാ?
എല്ലാരും മുത്താൻ വേണ്ടി കാത്തുക്കാണ്. അപ്പൊ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പ്രസംഗിക്കാൻ വേണ്ടി വരുമ്പോ ഒരു ചെറിയ കുട്ടിയുണ്ട്, ആ കുട്ടിനെ കാലം വേണ്ട കുട്ടി. അപ്പൊ കുട്ടിയാണെങ്കിൽ കുറച്ച് ഗൗരവമുള്ള കുട്ടിയാണ്. ഉസ്താദേ നിനക്ക് പഠിച്ചോളുടെ മറുപടി കണ്ടിട്ടാണ്. സംഗതി ചെറിയ കുട്ടിയാണ്, ചവിട്ടിട്ട് ചില കുട്ടികൾ അങ്ങനെ ഉണ്ടാവുമല്ലോ. ഉസ്താദേ ഇതിനൊക്കെ പഠിച്ചോന്റെ മുമ്പിൽ മറുപടി അറിയുന്നതാണ്. അപ്പൊ അബൂ ഹനീഫ പറഞ്ഞു അള്ളാന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും എന്ന് തിരിഞ്ഞു നോക്കി. ആരാണ്? ചെറിയ പയ്യനാ. എന്താ മോനെ അള്ളാന്റെ മുമ്പിൽ ഞാൻ എന്തിനാ മറുപടി പറഞ്ഞു? എന്താ മോനെ എന്നെ ചവിട്ടിട്ടാ പോയതെന്ന് പറഞ്ഞു. ആ അപ്പം കണ്ട് ബോധം കെട്ട് വീണു അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. വാളിന് വരികയാണ്. വാളിന് വരുന്ന സമയത്ത് തിരക്കിന്റെ ഇടയിൽ ഒരു കുട്ടിനെ അറിയാതെ ചവിട്ടിപ്പോയി. ഈ കുട്ടി പറഞ്ഞു ഇങ്ങനെയൊക്കെ ചവിട്ടിട്ട് വാളിന് പോയാൽ അള്ളാനോട് മറുപടി വരുന്നതാണ്, അള്ളാനോട് മറുപടി പറയേണ്ടി വരും എന്നപ്പോ വാളിന് പോകുന്ന അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു സദസ്സിൽ ബോധം കിട്ടണം. ബോധം തെളിഞ്ഞപ്പോ ആളുകൾ വെച്ചു ഉസ്താദെ അതൊരു ചെറിയ കുട്ടിയല്ലേ, എട്ടും പൊട്ടും തിരിയാത്ത ആ കുട്ടി എങ്ങനെ പറഞ്ഞേന്? അത് കുട്ടിയല്ലെന്നോ, അള്ളാന്റെ പേരിലാവൻ പറഞ്ഞത്. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാഹ് വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ. മഹാനായ വലിയുള്ളാഹി ശംസുൽ ഉലമാ പട്ടിക്കാട് ജാമിഅ നൂരിൽ ദർസ് നടത്തുമ്പോ ഫമയ്യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ വമയ്യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ എന്നായത്തങ്ങ് ഓതിയപ്പോ പിന്നെ വിറക്കുകയാണ്. അലിക്കുട്ടി ഉസ്താദിനോട് പറഞ്ഞതാണ്. ആയത്തിന്റെ തഫ്സീർ പറയുന്നില്ല, ബുഖാരിയുടെ ഹദീസ് ഉദ്ധരിക്കുന്നില്ല. ചില സമയത്ത് ശൈഖുനാ നിശബ്ദനായി ആഴങ്ങളുടെ ആഴിയിലേക്ക് ഇറങ്ങിയിട്ട് മുത്തും പഴവും വാരിയിട്ട് കൊടുക്കാറുണ്ട്. അതിനുവേണ്ടിയുള്ള ആമുഖ നിശബ്ദനായിരിക്കുമെന്ന് മനസ്സിലാക്കിയ ശിഷ്യന്മാർക്ക് തെറ്റുപറ്റി. ശൈഖുനാ മിണ്ടാതെ നിൽക്കുമ്പോ ഇവരൊക്കെ ആഴങ്ങളിലുള്ള ആഴമേറിയ ആശയങ്ങൾ ഇപ്പോൾ പറയുമെന്ന് വിചാരിച്ചപ്പോ മഹാനായ ശൈഖു മശായിഖിനാ വലിയുള്ളാഹി ശംസുൽ ഉലമാ ഒരു കൊച്ചുകുട്ടിയെ പോലെ ഏങ്ങലടിച്ച് കരയുകയാണ്. എന്തേ? ഫമയ്യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ വമയ്യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ എന്ന ആയത്തിന്റെ ആഴയിലേക്ക് അങ്ങ് ഇറങ്ങിയപ്പോ ശൈഖുനാന്റെ ഖൽബങ്ങ് പതറുകയാ, കണ്ണങ്ങ് നിറയുകയാണ്. അവരുടെ മകളുണ്ട് കുറ്റിക്കാട്ടൂര്. എനിക്ക് 3 ദിവസം അവിടെയായിരുന്നു വാള്. ബഹുമാനപ്പെട്ട ശൈഖുനയുടെ മരുമകനായിരുന്നു സ്റ്റേജിൽ അധ്യക്ഷനായിട്ടുണ്ടായിരുന്നത്. വാള് കഴിഞ്ഞിട്ട് ശൈഖുന കടന്നിരുന്ന റൂമിലേക്ക് എന്നെ കൊണ്ടുപോയി. മഹാനവറുകൾ കയ്യിൽ പിടിച്ചിരുന്ന ബഹുമാനപ്പെട്ട മാലിക്കിയെ പോലെയുള്ള ആളുകൾ മുത്തിയെന്ന് നാം കേട്ട വടിയില്ലേ, അത് പാതിരാവിന്റെ ഉള്ളറയിൽ അവിടുത്തെ മരുമകൻ എന്റെ കയ്യിൽ തന്നു. ഞാനൊന്ന് മുത്തി. അപ്പോൾ എന്നോട് മരുമകൻ പറഞ്ഞു ശൈഖുന കടന്നിരുന്ന കട്ടിലിതാണ്, പാതിരാവിൽ എണീറ്റുകൊണ്ട് തഹജ്ജുദ് നിസ്കരിച്ചിരുന്ന മുസല്ല ഇതാണ്. ശൈഖുനയുടെ മകളുമായി എനിക്ക് ഒരുപാട് സംസാരിക്കാൻ പറ്റൂ. സുബ്ഹാനല്ലാഹ്, ആ മകളല്ലേ പറഞ്ഞത് പാതിരാവിൽ ഉറങ്ങാതെ കയ്യിൽ പിടിച്ചിരുന്ന നീണ്ട തസ്ബീഹിന്റെ മാലകൾ മറിയുമായിരുന്നു. അവരൊക്കെ വല്ലാത്ത മുതഫക്കിരീങ്ങളാണ്, ആരിഫീങ്ങൾ തന്നെ, ഔലിയാക്കൾ തന്നെ. അതവരുടെ വഫാത്തോടെ ലോകം അറിഞ്ഞില്ലേ. എനിക്കും മരിക്കണ്ടേ, നിങ്ങൾക്ക് മരിക്കണ്ടേ എന്നും ഞാൻ വാള് പറയുമോ? ഖാദിർ ഫൈസി വാള് പറയുമോ? അതെ, ഒരുപാട് പ്രഭാഷകന്മാർ താഴെയുണ്ട്, മുകളിലുണ്ട്, ദർസ് നടത്തുന്നവരുണ്ട്. എന്നും ദർസ് നടത്താൻ പറയുമോ? ടൂ വീലറിൽ വന്ന ചെറുപ്പക്കാരെ എന്നും എണ്ണടിച്ച് വലസാന് പറ്റുമോ? കല്യാണ മണ്ഡപങ്ങളിൽ തിളങ്ങുന്ന നാരിമാരെ, മംഗമാരെ ആഭരണം ധരിച്ച് എന്നും വലസാന് പറ്റുമോ? ഇന്നല്ലെങ്കിൽ നാളെ അങ്ങ് മരിച്ചാൽ മാല ഊരിയില്ലേ, കമ്മൽ അഴിച്ചില്ലേ, പാദസാരം പൊട്ടിച്ചില്ലേ, വളകൾ അഴിച്ചില്ലേ, മോതിരങ്ങൾ കൊഴിച്ചില്ലേ? ഉമ്മമാരെ വാല് കേൾക്കാൻ പറ്റൂല, സദസ്സിലേക്ക് വരാൻ പറ്റൂല. വന്നിരുന്ന പലരും കബറിലാണ്.
റബ്ബേ അല്ലാഹു ആഖിബത്ത് നന്നാക്കി തരട്ടെ. എന്നെ കേൾക്കുന്ന പെങ്ങളോ, മരിച്ചാൽ പിന്നെ മോതിരമില്ല, മരിച്ചാൽ പിന്നെ വളകളില്ല, നിങ്ങളുടെ ചെയിനുകളില്ല, വിലപിടിപ്പുള്ള അബായയില്ല, മോഡലുള്ള ചുരിദാറില്ല, പാശ്ചാത്യൻ വേശ്യകൾക്ക് വേണ്ടി ഇറക്കപ്പെടുന്ന നൈസായ ബ്ലൗസ് ധരിച്ചുകൊണ്ട് കല്യാണ മണ്ഡപത്തിൽ തൊളങ്ങളാണ് ആധുനിക സംസ്കാരമെന്ന് തെറ്റിദ്ധരിച്ച എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, കബറിൽ നാളെ പുഴുക്കളാണെന്ന് മറക്കണ്ട. ചുണ്ടിൽ തേളുകളാണ്, വയറ്റിൽ പാമ്പുകളാണ്, തലച്ചോറ് പുഴുക്കൾക്ക് അന്നമാണ്. ആ സമയത്ത് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയുടെ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു റജബ് മാസത്തില് നഫീസത്തുൽ മിസ്രിയയിലേക്ക് രോഗം മൂർച്ഛിക്കുമ്പോ ഇടക്കിടക്ക് ശിഷ്യന്മാരെ പറഞ്ഞേക്കുകയാണ്. ഇമാമുന ഷാഫിക്ക് വേണ്ടി നഫീസത്തുൽ മിസ്രിയ ദുആ ചെയ്യുകയാണ്. ഷാഫി ഇമാമിന്റെ വഫാത്തിന്റെ ദിവസം നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയിലേക്ക് ശിഷ്യന്മാരെ പറഞ്ഞു വിട്ടപ്പോ ബീവി പറയുന്നു, ഇമാമുന ഷാഫിക്ക് പടച്ചവന്റെ മുമ്പിൽ കായ് തുറന്നു കൊടുക്കട്ടെ. ശിഷ്യൻ ഇത് വന്ന് പറഞ്ഞപ്പോ ഷാഫി ഇമാം ഉറപ്പിച്ചു, ഇന്ന് എന്റെ വഫാത്താണ്. വലമ്മാ ഖസാ ഖൽബി വലഖത് മദാഹിബി جعلت رجائنه عفويك سلما تعالمني ذنبي ولما قرنته بعفويك ربي كان عفوك أعظما. മഹാനായ തങ്ങളുടെ പാപ്പ ഇരിക്കുന്നുണ്ട്, ഉസ്താദ് ഇരിക്കുന്നുണ്ട്. നമുക്ക് ദുആ ചെയ്ത് പിരിയുമ്പോ ആഖിബത്തിന്റെ കാര്യം ഗൗരവത്തിലെടുക്കണേ. കൂട്ടത്തിൽ അതിനു വേണ്ടി വിശുദ്ധമായ റജബിലെ ഈ പരിശുദ്ധമായ രാത്രിയിലെ ഈ സദസ്സിന്റെ പരിസമാപ്തിയിൽ നമ്മൾ പിരിഞ്ഞു പോകുമ്പോ അതിനു വേണ്ടിയുള്ള ഒരു വാതിൽ തുറക്കണേ. എന്താണ് വാതിലെന്നറിയോ? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹ് വജലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ وعلى ربهم يتوكلون الذين يقيمون الصلاة ومما رزقناهم ينفقون. യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ ലക്ഷണങ്ങളില് ഈ ആയത്തിൽ അഞ്ചാമതായി എണ്ണി പറഞ്ഞ ലക്ഷണം അള്ളാന്റെ മാർഗത്തിലായി സദഖ കൊടുക്കുന്നവരാണെന്നാണ്. സ്വർഗത്തിലേക്ക് പോകുന്നവരാണ്. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർളു ഉഇദ്ദത് ലിൽ മുത്തഖീൻ അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വൽ ളറാ. നിങ്ങൾ മഗ്ഫിറത്തിലേക്ക് ഉളരി വരിക, ആകാശഭൂമികളുടെ പ്രവിശാലതയുള്ള സ്വർഗത്തിലേക്ക് കടന്നു വരിക. എന്നിട്ട് ആ സ്വർഗം തയ്യാറാക്കപ്പെട്ട മുത്തഖീങ്ങൾക്കുള്ള ലക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമായി ഖുർആൻ പറയുകയാ, അല്ലദീന ഒരു വിഭാഗമാണ് യുൻഫിഖൂന ഫിസ്സറാഇ വൽ ളറാ. സന്തോഷമുള്ള സമയത്തോ സന്താപമുള്ള സമയത്തോ അല്ലാഹു നൽകിയിട്ടുള്ള പടച്ചവന്റെ പൊരുത്തത്തിലായി സംഭാവനയായി സമർപ്പിക്കുന്നവരാണ്. ഇനി മുത്തുനബിയുടെ ഹദീസിലേക്ക് ഒന്നിറങ്ങുക പ്രിയപ്പെട്ടവര്. ഇത്തക്കുന്നാറ വലോബി ശുദ്ധി തമ്ര, ഒരു കാരക്കയുടെ ചീളുണ്ടെങ്കിൽ നരകത്ത് നിങ്ങൾ സൂക്ഷിക്കുക എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഇവിടെ ഇപ്പോൾ വേറെ ചെലവുകളും വേറെ കാര്യങ്ങളൊന്നും നിങ്ങളോട് പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് എല്ലാ വർഷവും ഉസ്താദിന്റെ പേരിൽ വളരെ വിപുലമായി ഉറൂസ് കൊണ്ടാടണം. ഉസ്താദിന്റെ പേരിൽ